ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ രാത്രിയിൽ ഒരുമിച്ചായിരിക്കുന്നത്. കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താനദാസൻ ഡാനിയൽ പാസ്റ്റർ അവர்கள் പ്രാർത്ഥിച്ച് ഈ തിരുവചന പഠനം നമ്മൾ ആരംഭിക്കാനിടയാത്തുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ പഠന പരമ്പരയുടെ 73ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ജൂൺ മാസം 2025 16-ാം തീയതി ഒന്നിച്ച് ആയിരിക്കുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി കൊണ്ട് ഈ ക്ലാസ്സിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എവിടെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. നിങ്ങളുടെ സഹകരണം പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചത്. അതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പിന്നെ യാചിക്കാം. ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ കൂടിയിരിക്കട്ടെ. ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ നാമത്തിൽ വന്നൊരു സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടിയും തുറന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഇന്നത്തെ നമ്മുടെ പഠനം യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന അനന്തര സംഭവങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഉള്ള പഠനം നമ്മൾ ദൈവം നടത്തുവാനായിട്ട് തീർന്നു. 3 നാളുകളെക്കുറിച്ചും ക്രിസ്തുയേശു പുനരുത്ഥാനം പ്രാപിച്ച സന്ദർഭങ്ങളുടെ വിഷയാവതരണം അത് മനസ്സിലാകുന്ന വിധത്തിൽ, സംശയമില്ലാത്ത വിധത്തിൽ അതിനെ കർത്താവിൻ്റെ കൃപയാൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധമാർക്ക് തുടർന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് ശേഷമായി കർത്താവ് പല സന്ദർഭങ്ങളിലായിട്ട് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. പലർക്കും വെളിപ്പെട്ട് 40 ദിവസം യേശു അത് പലർക്കും പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എല്ലാ സന്ദർഭങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളെക്കുറിച്ച് 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളതിൻ്റെ ഒരു താരതമ്യ പഠനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം വെച്ചാൽ 4 സുവിശേഷങ്ങളുള്ള ബന്ധത്തിൽ താരതമ്യ പഠനം നടത്താൻ ദൈവം സമയം തന്നാൽ അന്ന് അസംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷപ്പെട്ട ശേഷമായി അവൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട 3 സന്ദർഭങ്ങളെക്കുറിച്ചാണ് 20-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സന്ദർഭങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു പുനരുത്ഥാന ശേഷമായി അവൻ തേജസ് ഉള്ളവനായിട്ടല്ല വെളിപ്പെട്ടത്. പുനരുത്ഥാന ശരീരത്തോടാണ് വെളിപ്പെട്ടത്. വണ്ണമില്ലാത്ത ശരീരത്തോടെ ഒരിക്കലും മരിക്കാതെ നിത്യ ശരീരത്തിൻ്റെ വചനത്തിൻ്റെ നിത്യതയോടുകൂടിയാണ് കർത്താവ് വെളിപ്പെട്ടത്. എന്നാൽ അവന് തേജസ് ഉണ്ടായിരുന്നില്ല. തേജസ് അവന് തിരികെ പ്രവേശിച്ചു കഴിഞ്ഞ ശേഷമാണ് തേജസ്സിലേക്ക് എടുക്കപ്പെട്ട ശേഷമാണ് തേജസ് ഉണ്ടായത്. പിന്നീട് പത്മോസിലൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തേജസ്സോടു കൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പൗലോസിന് ദൈവം വഴിമധ്യത്തിൽ വെച്ച് പ്രത്യക്ഷ തേജസ്സാണ്, വെളിച്ചമാണ് ചുറ്റുമീനുന്നത്. പക്ഷേ ഇവിടെ തേജസ്സില്ല. യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചെങ്കിലും താൻ ഒഴിഞ്ഞു വെച്ചിരുന്ന തേജസ് പ്രാപിച്ചിരുന്നില്ല. അത് മടങ്ങി യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് ആ തേജസ്സിൽ എടുക്കപ്പെട്ടതോടുകൂടിയാണ് പിതാവിൻ്റെ തേജസ്സീകരിക്കപ്പെട്ട തേജസ് പ്രാപിച്ചവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ യോഹന്നാനൊക്കെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുന്നു. ഒരു വ്യക്തിപരമായിട്ടുള്ള വെളിപ്പാടുകൾ കൊടുക്കുമ്പോൾ അത് ആ സമയത്ത് അവിടെ തേജസ് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ വ്യത്യാസം ഞാൻ കാണിക്കുന്നത് കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചെങ്കിലും തേജസ്സോടെ അല്ല കർത്താവ് പ്രത്യക്ഷപ്പെട്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം കർത്താവ് തൻ്റെ മരണത്തോടുകൂടി അവൻ പാവങ്ങൾക്ക് പരിഹാരം വരുത്തി, ശാന്തി വരുത്തി, സമാധാനം വരുത്തി, സന്തോഷം വരുത്തി. അതിനുശേഷമാണ് ലോകത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായത്. അതുവരെയുള്ള ജീവിതത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടു കൂടിയാണ്. ഒരു വലിയ മാറ്റം പ്രപഞ്ചത്തിനും അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിക്കെല്ലാം ഉണ്ടാകട്ടെ ഇടയത്തുനിന്ന് അന്ന് മുതൽ ഘോഷിക്കപ്പെടുന്നതാണ് സുവിശേഷം. വചനമാണ് സമാധാനം നൽകുന്നത്, സന്തോഷം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്, നമ്മെ ഉയർത്തുന്നത്, നമുക്ക് നിത്യതയുടെ പ്രത്യാശ നൽകുന്നത് സുവിശേഷമാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രശാന്തമായ ആ പ്രഭാത സമയം മുതൽ ഇന്നയോളം എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ക്രിസ്തുയേശുവിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം കൈക്കൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും കൈവരിച്ച് ഈ ലോകത്ത് നിന്ന് പ്രത്യാശയോടെ മാറ്റപ്പെടുവാൻ ഇടയാത്തീർന്നു. ഇന്നും ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുയേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രത്യാശയോടെ ജീവിക്കുന്നു. ആ തികവിലേക്ക് എത്തുവാൻ, ആ മഹത്വം പ്രാപിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും വളരെ പ്രത്യാശയോടെ ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സമയങ്ങളെ വേർതിരിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നാം ചെലവഴിക്കുന്നത്. ലോകത്തിലുള്ള മനുഷ്യർ അധികമായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഭൗതികതയുടെ പിന്നാലെ അവർ ഓടിക്കൊണ്ടിരിക്കുക, എന്തെല്ലാം നേടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം
എന്ത് നേടിയാലും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകാനുള്ളതേ ഉള്ളൂ ഈ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം. എന്നാൽ ക്രിസ്തു യേശുവിൽ നേടുന്നതൊക്കെ സ്ഥിരതയുള്ളതാണ്, അത് എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ടാണ് ആത്മീയമായി സമ്പാദിക്കുന്നത് നിലനിൽക്കും. സ്വർഗത്തിൽ നിക്ഷേപമാണ് അതുള്ളത്. ബാക്കിയുള്ള നിക്ഷേപങ്ങളെല്ലാം ഭൂമിയിലാണ്. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നതാണ് ദൈവിക ആത്മീയമായ പഠനവും നമ്മുടെ സമ്പാദ്യമെല്ലാം അതായത് സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുന്നതാണെന്നും ഈ രാത്രി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് നാം തുറന്ന് ചിന്തിക്കുന്നത്, അപ്പം 3 പ്രാവശ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആദ്യം അന്ന് ആ ആഴ്ച നാൾ തന്നെ അന്ന് രാത്രിയിൽ കർത്താവ് യൂതന്മാരെ പേടിച്ച് വാതിലടച്ച് എന്നോട് മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവർക്ക് അവിടെ കയ്യും വിലാപ്പുറവും എല്ലാം കാണിച്ചു കൊടുത്തു. ദൈവം അവരെ അയക്കുവാനുള്ള കമ്മീഷനിങ് അവർക്ക് കൊടുത്തു. അവരെ അയക്കാനും വേണ്ടി കർത്താവ് അവിടെ മേൽ പ്രത്യേക ദൗത്യം അവരോട് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അവർക്ക് ഊതി അവർക്ക് അവിടെ മേൽ പകർന്നു. അതിനുശേഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. എന്നാൽ അന്ന് ദിദിമോസ് ആയിരിക്കും തോമസ് അവരുടെ കൂടി ഉണ്ടായിരുന്നില്ല. പന്തിരൂരിനകത്ത് ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരൂരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതേക്കുറിച്ച് പന്തിരൂരിൽ എന്ന് പറയാൻ കാരണം എന്താണ്? 11 പേരല്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതിനെന്താണെന്നുള്ളത് ഞാനത് വിശദീകരിക്കാൻ പോയാൽ സമയമെടുക്കും. അപ്പോൾ പന്തിരൂരിൽ എന്ന് പറയുമ്പോൾ യൂദ അതിനകത്തില്ല. പക്ഷേ ഇവിടെ യേശു വന്നപ്പോൾ പന്തിരൂരിൽ ഒരുവനായ തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുഅർത്ഥം ഈ പന്തിരൂരിൽ കൂടുവാനുള്ളതായ ഒരു വ്യക്തി മത്തിയാസ് എപ്പോഴും അവരോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വചനമുള്ളതുകൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഒരു വചനം നമുക്ക് ആവശ്യമാണ്. അതിന് ഉദാഹരണമായിട്ടൊന്ന് അപ്പോസ്തലരുടെ 1-21 പറയുന്നത്, ആകയാൽ കർത്താവ് യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോയ കാലത്തിൽ ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരൊരുത്തൻ ഞങ്ങളോടുകൂടി അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന പേരുള്ള, അപ്പോൾ ഇങ്ങനെ കർത്താവിനോട് നടന്നവരിൽ യേശുവിൻ്റെ പുനരുത്ഥാനം വരെയും നടന്ന 2 പേരുണ്ടായിരുന്നു. അതുപോലെ മറ്റു ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഈ പന്തിരൂരിൽ ഉൾപ്പെടാനുള്ളവർ ഒരുവൻ കൂടി ഉള്ളതുകൊണ്ടാണ് പന്തിരൂരിൽ ഒരുവനായ ദിദിമോസ് എന്ന് ഇല്ലായിരുന്നു പറയുന്നത്. അതുകൊണ്ടാണ് അപ്രകാരം അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ദേഹം കൂടി ഉൾപ്പെടുന്നതായതുകൊണ്ട്, കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേര് ഉൾപ്പെടണം. അപ്പം യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ മത്തിയാസ് അവൻ അതിൻ്റെ കൂടെ ഭാഗമായിരുന്നു എന്നുള്ളത് കൂടെ നമുക്കിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ എന്നാൽ യേശു വന്നപ്പോൾ പന്തിരൂരിൽ ഒരുവനായ ദിദിമോസ് 11 പിന്നെ യൂദ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ഇതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ചിന്ത കൂടി ഇതിനകത്ത് ഞാനിപ്പോൾ ഇതോട് നൽകുന്നത്. ഇതിനുശേഷം 8 ദിവസം കഴിഞ്ഞപ്പോൾ ആഴ്ചയുടെ 1-ാം നാൾ കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ആയപ്പോൾ ഇതുപോലെ തന്നെ സന്ധ്യാസമയത്ത് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അടച്ചിരിക്കുക യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു സമാധാനം. അപ്പോൾ അവരൊക്കെ വാതിലടച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വാതിലടച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് തോമസും ഉണ്ടായിരുന്നു. തോമസിനോട് ദൈവം ഇടപെടുന്നതും അവൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് അവനെ തൻ്റെ വിലാപ്പുറം കാണിച്ചു കൊടുക്കുന്ന കൈയുടെ ആണിപ്പാടുകൾ കാണിക്കുന്നതൊക്കെ കാണിച്ചവനെ അത് ബോധ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. എല്ലാം കാണിക്കുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും യേശുവിൻ്റെ പുനരുത്ഥാനത്തെ വിശ്വസിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാൻ തക്കതായിട്ടുള്ള കാര്യമായിരുന്നില്ല. എങ്ങനെ പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ഒരു സംശയമുള്ള കാര്യമായിരുന്നു. തോമസിനൊക്കെ അറിയാം, ലാസിന്റെ കല്ലറയ്ക്ക് പോയി യേശു വിളിച്ചിട്ടാണ് ലാസപ്പുറത്ത് വന്നത്. യേശുവിനെ ആര് വിളിച്ചു, അങ്ങനെ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ആരുണ്ട് ഇവിടെ എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ യേശു പുനരുത്ഥാനം പ്രാപിച്ചിട്ടില്ല എന്നുള്ള ചിന്തയൊക്കെ അവർക്കുണ്ടായത്. യേശു അനേകരെ മരണത്തിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യേശു വിളിച്ചാൽ എഴുന്നേറ്റ് വരും. പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ ആര് വിളിക്കും എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത്. എന്നാൽ അവന് സ്വയമായി ജീവനെ കൊടുക്കുവാനും സ്വയം ഏറ്റെടുക്കുവാനുമുള്ള അധികാരമുള്ളവനായിരുന്നു. ഇങ്ങനെ മരിച്ചവന് ഉയർപ്പിച്ച പിതാവാൻ ദൈവത്തിന് ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവക്ഷയം വന്നപ്പോൾ ശിഷ്യന്മാർക്കല്ലാതെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു. തുറന്ന് എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും
വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാകേണ്ടത്? ജീവൻ ഉണ്ടാകണം. അപ്പോൾ വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം ജീവൻ നൽകുന്നതാണ്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസി അല്ലെങ്കിൽ മരണമായിരിക്കും വ്യാപരിക്കുക. അപ്പോൾ വിശ്വാസം മുഖാന്തരമായി നമുക്ക് ഉളവായി കിട്ടുന്നത് അത് നിത്യജീവനാണ്. ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനത്തിലും അതിൻ്റെ 5-ാം അധ്യായത്തിലും ഈ വിഷയത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലും വിശ്വാസത്തിൻ്റെ അന്തമായിട്ടുള്ള പ്രതിഫലം എന്താണ്? പലരും പലതിലും വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം, അനേകർ വിശ്വസിക്കുന്നു, പലരും മനുഷ്യർ വിശ്വസിക്കുന്നു. അവിടെ പോയാൽ രോഗസൗഖ്യം കിട്ടും, അവിടെ പോയാൽ ബോധശാന്തി കിട്ടും, അല്ലെങ്കിൽ പലതും വിശ്വസിക്കും. പക്ഷേ എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ എന്താണ് പരമപ്രധാനമായ പ്രയോജനം എന്താണ് എന്നുള്ളത് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 5:13 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. നമുക്കെല്ലാം ലഭിച്ചു. ഈ വചന പഠനം നമ്മൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറേ ചിന്തിച്ചു, പഠിച്ചു, പല കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് നിത്യജീവനുണ്ട്, നിത്യജീവൻ ധാരാളമായി പ്രാപിക്കും. അപ്പോൾ ആ ദൈവനെ പഠിക്കുന്നതോടും നിത്യജീവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് വർദ്ധിക്കും. നിത്യജീവൻ, അതെ, നമുക്ക് ജീവനുണ്ട്. ജീവനെ നിത്യജീവനാണ് ഇവിടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്ന ജീവൻ നിത്യജീവനാണ്, നമ്മുടെ വാക്തത്വമാണ്. അപ്പോൾ നമുക്കത് ഉണ്ട്. അതുകൊണ്ട് നാം ആരാണ്? നാം എല്ലാവരിലും സമ്പന്നന്മാരാണ്, സമൃദ്ധിയുള്ളവരാണ്. നിത്യജീവൻ പ്രാപിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു സമ്പാദ്യമില്ല ഒരു മനുഷ്യന് നേടാൻ സാധിക്കുന്നതിൽ. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നിത്യജീവനാണ്. ഇന്ന് രാത്രിയിൽ സന്തോഷമുണ്ടായി സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് എൻ്റെ കർത്താവ് മുഖാന്തരമായി, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മുഖാന്തരമായി എൻ്റെ പാപം മാറി, എൻ്റെ മരണം മാറി. ഞാനിപ്പോൾ നിത്യജീവൻ അവകാശിയാണ്, ഉടമയാണ്. അതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്. ക്രിസ്തുവിൽ നമ്മളെ സമ്പന്നനാക്കി. കർത്താവ് നമ്മളെ സമ്പന്നനാകാൻ വേണ്ടി അവൻ ദരിദ്രനായി എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ദാരിദ്ര്യം, അവൻ മരിച്ചത് നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ്. ഏതാണ് സമ്പന്നൻ? എന്നാണ്? ഒരിക്കലും നഷ്ടമല്ലാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത, ദൈവത്തോടു കൂടെ വാഴുന്ന നിത്യമായ ജീവനെ ദൈവം തന്നു. ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയങ്ങൾ, ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ നേടിയെടുത്താൽ പലതും, ലോകത്തിലെ പല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, ഇവിടുത്തെ ജീവന് വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ അതൊക്കെ പല നേട്ടങ്ങൾ ഉണ്ടായെന്ന് കാണും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായിരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഒന്നും കാണത്തില്ല. കർത്താവ് പറഞ്ഞു, നീ ദാസനാണെങ്കിൽ ദാസനായി തന്നെ ഇരിക്കുക, നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭൗതിക മേഖലകളിൽ മാറ്റം വരുത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്, ഞാൻ നിത്യജീവൻ ഓഹരിക്കാനാണ്. കർത്താവിൻ്റെ കൃപയാൽ എന്നെ അവൻ രക്ഷിച്ചു, ഞാൻ നിത്യജീവൻ എന്നിൽ പകർന്നിരിക്കുന്നതുകൊണ്ട് എന്നിലുള്ള നിത്യജീവൻ ഞാൻ ഓഹരിക്കാനാണ് എന്നുള്ള അത് അറിയാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കുന്ന നിത്യജീവൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ അനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. ആ ജീവൻ എന്താണെന്നുള്ളത് ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞ് നിത്യജീവനാണ്. ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത് ഭൗമികമായിരിക്കുന്ന ജീവനെ അത് ദൈവം തന്നതാണ്. എന്നാൽ അത് നിത്യജീവനായി കൺവേർട്ട് ചെയ്യുന്ന, മാറ്റിയെടുക്കുന്നതാണ് രക്ഷ. ക്രിസ്തു യേശു മരണത്തിൽ നിന്ന് അവൻ ജയിച്ചുയർത്തുന്നേറ്റ മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രയോജനം നിത്യജീവനാണ്. അപ്പോൾ അതിൻ്റെ ആ വർധനവുണ്ടാകുവാൻ വേണ്ടിയാണ് നാം ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് അവസാനം എഴുതി അത് പൂർത്തീകരിക്കുന്നത്. യേശു അതിൻ്റെ അവസാനം അതിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കൺക്ലൂഷൻ ചെയ്തിട്ട് പിന്നെ ഒരു ഭാഗം കൂടി 21-ാം അധ്യായം അഡീഷണലായിട്ട് ചേർത്ത് വെച്ചിട്ട് ഈ എഴുതി പൂർത്തീകരിക്കുകയാണ്. സത്യത്തിൽ ഈ അധ്യായം 20-ാം അധ്യായം 31 കൊണ്ടുള്ള ഒരു പൂർത്തീകരണമുണ്ട്. അത് അവസാനത്തെ വാക്യം കൂടി എഴുതി തീർത്താൽ അത് പൂർത്തീകരിക്കപ്പെടും. എന്നാൽ കർത്താവ് അങ്ങനെ അത് ചെയ്യാതെ താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരെ, അതിൽ കുറവ് പറ്റിപ്പോയ പത്രോസിൻ്റെ ജീവിതത്തിലെ കുറവിനെ ദൈവം പരിഹരിക്കാൻ വേണ്ടിയാണ് അവനോട് ഇടപെടുന്നത്. നമ്മൾ 21-ാം അധ്യായത്തിൽ കാണുന്നത്, അതിനുശേഷം യേശു പിന്നെയും തെബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തെബരിയോസ് എന്ന് പറഞ്ഞാൽ ഗലീല കടലാണ്. അപ്പോൾ അവർക്ക് 3-ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന 3 സന്ദർഭങ്ങളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യക്ഷനായപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? 7 പേർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നഥാനിയേൽ, കാനായിലെ കാനായിലെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ എടുത്തപ്പോൾ ഈ ഒരു വചനം വെച്ചാണ് നമ്മൾ കാനായിലെ കല്യാണം, അത് നഥാനിയേലിൻ്റെ കല്യാണമായിരുന്നു, നഥാനിയേലിൻ്റെ വിവാഹമായിരുന്നു. അവിടെയാണ് യേശു ചെന്നിരുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാട്ടടിയെത്തുന്നത്. മറന്നുപോയി കാണും, ഒരു വർഷമായതുകൊണ്ട് നിങ്ങളത് മറന്നുപോയി കാണും. സമയം കിട്ടുമ്പോൾ ഈ വചനം അതിൻ്റെ പ്രാരംഭം മുതൽ കേട്ടാൽ അതേക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദിദിമോസ് ഉണ്ടായിരുന്നു, ശിമോൻ പത്രോസും ദിദിമോസും. ഇപ്പോൾ തോമസ് മുമ്പിൽ വന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ മറയപ്പെട്ടിരുന്നെങ്കിലും യേശു പ്രത്യക്ഷപ്പെടുന്ന പേടിയെല്ലാം മാറി. ശിഷ്യന്മാരുടെ പേടിയില്ല. അവർ അടച്ചിട്ടിരുന്ന
യഹൂദന്മാരെ പേടിച്ചിരുന്ന മുറിക്കുള്ളിൽ നിന്ന് അവർ വെളിയിൽ കൊണ്ടുപോയിട്ടിടയാ തീർന്നു. യേശു സംസാരിച്ച് അവൻ്റെ ആത്മാവ് നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ ശ്വാസം അവൻ ഊതി അവർ കൊടുത്തപ്പോൾ ആ ശ്വാസം അവരുടെ ശരീരത്തിന്മേൽ വീണപ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക ഊർജ്ജമുണ്ടായി, ധൈര്യമുണ്ടാകട്ടിടയാത്തത്. അതിന് ശേഷമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പെട്ടെന്നല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കൊടുത്ത് ഊതി കൊടുത്ത് രണ്ടാമത്തെ പ്രാവശ്യവും അത് കഴിഞ്ഞിട്ട് അവർ പേടിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ അത് ഫലവത്തായി തീർത്തത് പിന്നീടാണ് 21 അധ്യായത്തേക്ക് വന്നപ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെതായ പ്രയോജനത്തേക്ക് അവർ വെളിയിൽ വരുവാനിടയായി തോന്നുന്നു. അങ്ങനെ അവർ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ഇരിക്കാതെ നമുക്ക് മീൻ പിടിക്കാൻ പോകാം, നമുക്കറിയാവുന്നൊരു പണി മീൻപിടുത്തമാണല്ലോ, അതിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ അവർ വലയുമായിട്ടൊക്കെ പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തുടക്കം ഇടുന്നത് പത്രോസാണ്. പത്രോസ് പറഞ്ഞു, ശിഷ്യന്മാർ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. അപ്പോൾ ഇവര് പടക് കയറിപ്പോയി. പടക് കയറി പടകും വലയും ഒക്കെ ഉപേക്ഷിച്ചവരാണ്. പക്ഷേ പത്രോസ് പറഞ്ഞു, നമുക്ക് എല്ലാവരെയും വിളിച്ചില്ല, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ലീഡർഷിപ്പ് എടുക്കുക, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. നമ്മൾ ചില പറയും ഞാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അതാണ് പത്രോസ് പറഞ്ഞത്. പത്രോസ് ആരും നിർബന്ധിച്ചില്ല. നിങ്ങളിനി ഇവിടെ ഇരിക്കുകയാണ്, യേശുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോൾ മീൻ പിടിക്കാൻ പോകണം. കാരണം ഞാനിങ്ങനെ ഇരുന്ന് എത്ര ദിവസമായിരിക്കുന്നത്, എനിക്ക് ഞാൻ വിചാരിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് ഈ കഥ സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പുള്ള ഒരു സമയമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഗലീലയിൽ ഇപ്പോൾ യെരുശലേമിൽ നിന്ന് അവർ ഗലീലയിലേക്ക് വന്നു. ഗലീലയിലെ പർവ്വതത്തിൽ ദൈവം അവരെ കമ്മീഷൻ ചെയ്ത ശേഷമായി അവിടുന്ന് അവരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിൽ പോയി യേശു അവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സമയം അങ്ങോട്ട് പോയപ്പോൾ യേശു വരുന്നു, കാണുന്നു, പോകുന്നു, അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. അപ്പോൾ എത്ര നാളിങ്ങനെ ഇരിക്കും? അതുകൊണ്ട് പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകാൻ. പത്രോസ് പറഞ്ഞപ്പോൾ അവനാണ് ആദ്യം പടവും വലയൊക്കെ ഉപേക്ഷിച്ചിറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും പടകും വലയൊക്കെ എടുത്ത് പോകാനായിട്ട് തയ്യാറായി. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോയി, പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇത് തന്നെയാണ് നമുക്ക് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണാൻ. ലൂക്കോസ് ഇത് രണ്ടും ഒരുപോലെ കമ്പാരിറ്റീവ് താരതമ്യം ചെയ്ത് പഠിക്കേണ്ട 2 ഭാഗങ്ങളാണ്. അവിടെ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ മീൻപിടുത്തമുണ്ട്. അത് കർത്താവിനെ പത്രോസുമായിട്ട് പരിചയമുണ്ട്. പത്രോസ് വീട്ടിൽ പോയി ഒരു അമ്മായിയമ്മയെ സൗഖ്യമാക്കിയതിനു ശേഷമായി അവൻ്റെ പടക് അവൻ രാത്രി പോയി ഒന്നും പിടിക്കാതെ വന്ന് പടക് വലയെ കഴുകുന്ന സമയത്താണ് കർത്താവ് പടകളിലൊന്ന് ശിമോൻ പത്രോസുള്ള പടക് ചോദിച്ചത് അല്പസമയം അതിനെ വിട്ടുതരുമോ എന്ന് ചോദിച്ചെന്ന് അങ്ങനെ വിട്ടുകൊടുത്തതിനെ കുറിച്ചും അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് അന്ന് രാത്രി അവർ പറഞ്ഞു ഞങ്ങളൊന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. കർത്താവ് ഒരു കുഴപ്പമില്ല, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീൻപിടുത്തം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അന്ന് അതുവരെ അവർ ചിന്തിക്കാത്ത വലിയൊരു പെരുത്ത മീൻകൂട്ടം അവർ പിടിച്ചു കയറ്റി. ഇത് കണ്ടിട്ട് അന്ന് മാനസാന്തരപ്പെട്ടിട്ടാണ് പത്രോസ് കൂടെയുള്ളവരൊക്കെ വലയും പടമൊക്കെ വിട്ട് അവനെ അനുഗമിച്ചത്. അത് കർത്താവ് അവരെ സവിശേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു അവർക്ക് കൊടുത്തത്. കർത്താവ് അവരോട് പറഞ്ഞു, അവർക്കൊന്നും കിട്ടാതിരുന്ന അവരെ പെരുത്ത മീൻകൂട്ടം പിടിപ്പിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അവർ പടകും വലയും വിട്ട് അവനെ അനുഗമിച്ചെന്നാണ് 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്. പിന്നെ അവർ പടകുകളെ കരക്കടിപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ലൂക്കോസ് 5-ാം അധ്യായം 11-ാം വാക്യം. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഇവിടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റത്തിൽ അങ്ങ് നിൽക്കുന്നു എന്ന് വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിലും താഴ്ചകളും വീഴ്ചകളൊക്കെ വരും. പത്രോസ് അവരൊക്കെ ഇതെല്ലാം കണ്ടവരാണ്. അത് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞ ഒരു സംഭവം നടക്കുന്ന പെട്ടെന്നൊക്കെ ആവശ്യം ഉണ്ടാകുകയും ചിന്തിക്കും, ഞാനിപ്പോൾ ഈ വിട്ടുപോകത്തിലെ കർത്താവിനോട് കൂടെ തന്നെ നിൽക്കുമെന്ന് പറയും. എന്നാൽ ചെറിയൊരു കാറ്റടിക്കുമ്പോഴത്തേന് അന്നത്തെയുള്ള വിശ്വാസം എല്ലാം പോയി. ഒരു കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ചെറിയൊരു കാറ്റടിച്ചാൽ മതി, ആകെപ്പാടെ അങ്കലാപ്പായി, ആകെപ്പാടെ വിഷമമായി. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവർ മീൻകൂട്ടം പിടുത്തവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം, രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്തത് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ആഴത്തിലേക്ക് ഇറക്കിയപ്പോൾ വലിയ മീൻകൂട്ട് കിട്ടിയപ്പോൾ മീൻപിടുത്തത്തിൽ പ്രാവീണ്യതയുള്ള പത്രോസിനൊക്കെ വലിയ ഭയം തോന്നി. അവർ വിചാരിച്ചത് ആരാണ് ഞങ്ങളോട് നിൽക്കുന്നത്, അതുകൊണ്ട് വിട്ടുപോകണമെന്ന് പറഞ്ഞ് പാവിയാന്ന് പറഞ്ഞ് അവനോട് അപേക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അവരെ ഭയപ്പെട്ടു. യേശു അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്ത് അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് ഇവിടെ. പക്ഷെ എന്നാൽ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷമായി കണ്ടിട്ട് പോലും, യേശു അവരെ കമ്മീഷൻ ചെയ്തിട്ട് പോലും, അവരോട് ഇതെല്ലാം പറഞ്ഞിട്ടും, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തപ്പെട്ട പുനരുത്ഥാന ശരീരത്തോടെ അവരെ കണ്ടിട്ടും
അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്തോറും, സമയം പോകുന്തോറും ഒന്നും വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ട് പിന്മാറ്റം ഉണ്ടാകും. നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, മറുപടി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഒരു വലിയൊരു നിരാശയൊക്കെ ഉണ്ടാകും. അപ്പോൾ വിചാരിക്കും ഇത് ഒന്നും ആകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ കർത്താവിനെ കണ്ടു, വന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്താണോ മുമ്പോട്ട് പോകുന്നത് എന്താണെന്നുള്ളൊരു വ്യക്തത കിട്ടാത്തതുകൊണ്ട് പത്രോസ് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അറിയാവുന്ന പണി ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ പടവും വലയും ഒക്കെ എടുത്തുകൊണ്ട് അവര് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് കണ്ടത്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു, പട കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അന്ന് രാത്രി ഒന്നും പിടിച്ചില്ല. നമ്മള് പത്രോസിന്റെ പ്രാരംഭ ദിവസത്തിൽ അവനോട് ദൈവനെ പിടിക്കുന്ന സമയത്ത് അന്നും ഒന്നും പിടിച്ചില്ല. 2 മീൻപിടുത്തം ഒരുപോലെ രേഖപ്പെടുത്തി. ഒന്ന്, കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലുള്ള സന്ദർഭത്തിൽ ശിഷ്യന്മാരെ കർത്താവ് മനുഷ്യരെ പിടിക്കുന്നതിലാക്കുന്ന ബന്ധത്തിൽ പിടിച്ച മീൻപിടുത്ത രാത്രി ഒന്നും കിട്ടാതെ വെറും കൈയോടെ നിൽക്കുമ്പോൾ അവർക്ക് വലിയ പെരുത്ത മീൻ കൂട്ടും കൊടുക്കുന്നു. രണ്ടാമത്തത് യേശു മരിച്ചടക്കോട് ഉയർത്തതിന്റെ പുനരുത്ഥാനം ചെയ്ത ശേഷമായി അവരെ കർത്താവ് സുവിശേഷത്തിന് വേണ്ടിയിട്ട് സജ്ജരാക്കുന്നതിന് മുമ്പായി നടക്കുന്ന മീൻപിടുത്തമാണിത്. അപ്പോൾ അവര് ഒന്നും കിട്ടാതെ ഇരിക്കുകയാണ്. അവർ പുലർച്ചെ ആയപ്പോൾ ആ രാത്രി ഒന്നും പിടിച്ചില്ല. രാത്രി മുഴുവനും അവര് അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്നും കിട്ടാതെ അവര് പുലർച്ചയായി കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടത്തില്ല. പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നത്. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ ഇവര് നോക്കിയപ്പോൾ ആരൊരാൾ നിൽക്കുന്നുണ്ട്, കരയിൽ നിൽക്കുന്നുണ്ട്. ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അവർക്ക് പ്രതീക്ഷയില്ല. യേശു ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്ന അവർ പ്രതീക്ഷിക്കുന്നില്ല. ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അത് ചോദിച്ചു, രാത്രി മുഴുവൻ മീൻ പിടിച്ചതല്ലേ, നിങ്ങൾക്കെല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചു. കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, ഇല്ല, ശൂന്യതയുള്ളൂ. ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് ശൂന്യതയാ, ഞങ്ങൾ പരിശ്രമിച്ചതാ, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഇത് തന്നെയാണ് പ്രാരംഭത്തിൽ സംഭവിച്ചത്. ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുന്ന സമയത്താണ് കർത്താവിന് വേണ്ടി പടവ് കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അടുത്ത് നീക്കും പറഞ്ഞു, ഇപ്പം ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചത് കിട്ടാത്ത എങ്കിൽ നിന്റെ വാക്കിനെ വല ഇറക്കാമെന്ന് പറഞ്ഞാൽ വല ഇറക്കി വെളുത്ത മീൻ കിട്ടി. ഇവിടെയും അതേ സംഭവം തന്നെയാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ലായ്മകളെ മാറ്റുവാൻ വേണ്ടി ദൈവം നമ്മുടെ അടുക്കൽ വരും. നമ്മുടെ പിന്മാറ്റങ്ങളും നമ്മുടെ പ്രതിസന്ധികളും അവിശ്വാസവും നമ്മുടെ ജീവനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നാം പലപ്പോഴും പലതിലും തെറ്റിപ്പോകാറുണ്ട്. ഇവിടെയും ഉപജീവനത്തിലുള്ള വിഷയം വന്നപ്പോൾ അവർ വിചാരിച്ചു മറ്റൊരു മാർഗമില്ല. പത്രോസ് വിചാരിച്ചു കുടുംബം പുലർത്തണം, മറ്റൊരു വഴിയില്ല, വേറൊരു മാർഗമില്ല. അതുകൊണ്ട് തനിക്ക് അറിയാവുന്ന ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവം അവരെ വിളിച്ചിറക്കിയിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതിനു ശേഷമായി പിന്മാറിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ പടകിൽ ശൂന്യത വരുത്തി ഒന്നുമില്ലാതെ നിന്നപ്പോഴും ദൈവം സ്നേഹവാനായിരിക്കും ദൈവം അവിടെ അടുത്ത് വരുവാനിടയാത്തതുണ്ട്. എന്ന രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി അനേക കഷ്ടതയും പ്രയാസം അവർ അനുഭവിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ദൈവവേലയിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്താമെന്നൊക്കെ വിചാരിച്ച സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നന്നായി സഹിച്ചവർ ഒരുപാട് ഭാരപ്പെട്ടവരാണ് ദൈവവേലയിൽ നിൽക്കുന്നവർ. മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ അല്ല. പലപ്പോഴും വിചാരിക്കും ഇതിനകത്തുനിന്ന് മാറി എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോലി കൂടി ചെയ്താലോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറയാനല്ലോ പ്രിയപ്പെട്ടത്, പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങിയ ശേഷമാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. നമുക്ക് വല്ലാതെ ഞെരുക്കം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, നമ്മൾ വല്ലാതായി തീരുമ്പോൾ, ആരോടും ചോദിക്കാൻ കഴിയാത്ത, ആരുടെ മുമ്പിൽ കൈനീട്ടാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അറിയാവുന്ന ജോലി ചെയ്തേക്കാമെന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിക്കും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇല്ലായ്മയിൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. അവൻ നമ്മുടെ ഇല്ലാത്ത അവസ്ഥയിൽ ആ തീരത്ത് നാം അടുക്കുന്നതിന് മുമ്പായി അവൻ നമ്മുടെ അരികെ വരുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ തീരത്തേക്ക് അടുക്കുമ്പോൾ നിരാശയോടെ അവരൊന്നുമില്ലാത്ത അവസ്ഥയിൽ വരുവാൻ വേണ്ടിയാണ് അവർ പടകുമായിട്ട് പുലർച്ചയായപ്പോൾ മടങ്ങിപ്പോകാം എന്നുള്ള രീതിയിൽ അവർ വലകൾ എല്ലാം എടുത്ത് പോകാനുള്ള രീതിയിൽ അവരുടെ അന്നത്തെ മീൻപിടുത്തത്തിന്റെ പണി മുഴുവൻ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്താണ് നിറയ്ക്കുവാൻ കഴിവുള്ള സകലത്തെയും നിറയ്ക്കുന്നവൻ അവിടെ അടുക്കൽ വരുവാൻ ഇടയാത്തുന്നു. യേശു ക്രിസ്തു സകലത്തെയും നിറയ്ക്കുന്നവനാണ്. അപ്പൊ ഇവിടെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സുദീർഘമായി പഠിക്കണം. ഞാൻ അതിലെ ഒരു വചനം മാത്രം എടുത്തുകൊണ്ട് ഇവിടെ മീൻപിടുത്തമോ മീൻ നിറയ്ക്കുന്ന കാര്യമല്ല അവിടെ നിൽക്കുന്നത്. അതല്ല അതിന് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ യേശു ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ നിൽക്കുന്നത്. അത് നേർക്കും വെളിപ്പെട്ടിട്ടില്ല. കാരണം യേശു ക്രിസ്തു സകലത്തിൽ നിറയ്ക്കുന്നവൻ. അവൻ വന്ന പടകിലെ മീൻ നിറഞ്ഞല്ല ഇവിടെ വിഷയം.
പടകിലെ മീൻ നിറയാൻ വേണ്ടി ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള യന്ത്രം മെഷീൻ ഇതുകൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് മീൻ നിൽക്കുന്നത് കാണാൻ പറ്റും, പിടിച്ചെടുക്കാൻ പറ്റും. യേശു അന്ന് പിടിച്ച മീനെ പിടിച്ചതിനേക്കാൾ വളരെ വളരെ അധികമായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് അത് റഡാറിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് മീൻ എവിടെയാണെന്നുള്ളത് നോക്കി കൃത്യമായ സ്ഥലത്ത് വഞ്ചി ഇറക്കി മീൻ പിടിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇവിടെ കാണിക്കുന്നത് ശൂന്യമായി കിടക്കുന്നതിനെ നിറയ്ക്കുന്നവനാണ് യേശു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് നിറയ്ക്കുന്നതെന്ന് കാണണമെങ്കിൽ അത് എഫെസ്യർക്കെതിരെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം മുതൽ വായിക്കണം. എന്നാൽ എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനങ്ങളെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ എന്ന് പറയുന്നു. അവൻ ഭൂമി അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനും ആകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനകത്ത് എന്തായിരിക്കുന്നത്? സകലത്തിൽ നിറയ്ക്കേണ്ടതിന് എന്താണ് അതിൻ്റെ ആത്മീയ ചിന്ത എന്താണെന്ന് നമുക്ക് പലപ്പോഴും വിചാരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മർമ്മം പറയാം. അപ്പോൾ കർത്താവും ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം ഒരു മീൻപിടുത്തമോ വല നിറഞ്ഞതോ അല്ല. ഈ വിഷയമാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം, ഇതാണ് എൻ്റെ പ്രധാന അർത്ഥം. ഇതാണ് നമ്മളൊരു പക്ഷേ മീൻപിടുത്തത്തെക്കുറിച്ചും മീൻ നിറഞ്ഞ വലയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, അതേ പ്രസംഗിക്കുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് രാത്രി ആത്മാവിൽ ഞാനത് ഘോഷിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാസുഖത്തിനും ഇതേ കയറിയവനുമാകുന്നു. ഇറങ്ങിയവൻ അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാസുഖത്തിലേക്ക് മീതെ കയറി. സകലത്തെയും നിറയ്ക്കേണ്ടതിന്. പത്രോസേ, നിന്റെ വലയ്ക്കകത്ത് മീൻ നിറയ്ക്കുന്നതിന് അത് നിഴൽ മാത്രമാണെങ്കിൽ, അവൻ അപ്പോസ്തലന്മാരെയും സുവിശേഷന്മാരെയും ഇടയന്മാരെയും ഉപദേശകന്മാരെയൊക്കെ സഭയെ അത് നിർമ്മിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാണെന്നറിയാമോ? അന്ന് വരെ ശൂന്യമായി കിടന്ന മരണാനന്തരങ്ങളുണ്ടായിരുന്നു. വിശുദ്ധന്മാരുടെ മരണാനന്തരങ്ങൾ അന്ന് വരെ ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, യേശുക്രിസ്തു പുനരുത്ഥാനം, യേശുക്രിസ്തു മരിക്കുന്നതോടുകൂടിയാണ് പരദീസയിലേക്ക് പ്രവേശനം ഉണ്ടായത്. അതോടുകൂടി അവിടെ ശൂന്യമായി കിടന്ന ഒന്നാമത്തെ പരദീസയിലേക്ക് പ്രവേശനമുണ്ടായി. അതുമുതൽ നിറയപ്പെടാൻ തുടങ്ങി. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഇവിടെ ഉപയോഗിക്കുന്നത്, കർത്താവ് ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ ഭൗമികമായിട്ടുള്ള മീൻപിടുത്ത ശൂന്യമാണ്, എന്നാൽ ഞാൻ നിറച്ചെടുക്കാൻ വന്നവനാണ്. നിറയ്ക്കുന്നതിന് അർത്ഥം 2-ാം സ്വർഗവും 3-ാം സ്വർഗവും, പരദീസയിലെ 3ഉം 2ഉം സ്വർഗങ്ങളിലേക്ക് അവിടെ ആരും പ്രവേശിച്ചിട്ടില്ല. അവിടെ ശൂന്യമായി കിടക്കുകയാണ്, അവിടെ ആരും പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ നിറയപ്പെട്ടത്, അല്ലെങ്കിൽ നിറയപ്പെടുകയല്ല, അവിടേക്ക് ആത്മാക്കൾ പ്രവേശിക്കാൻ തുടങ്ങി. സമുദ്രത്തിലെ നീതിവാന്മാരുടെ നിലയിലേക്കും പരദീസ 1-ാം സ്വർഗത്തിലേക്കും പ്രവേശിക്കപ്പെട്ടു. എന്നാൽ സഭയുടെ ആത്മാക്കളെ പിടിച്ചെടുത്ത് ആ സഭ മുഖാന്തരമുണ്ടാകുന്ന മണവാട്ടി സഭയുടെ ആത്മാക്കളെയും അതുപോലെ കന്യകമാരുടെ ആത്മാക്കളെയും നിറയ്ക്കേണ്ടുന്ന ദൗത്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കാണ് കൊടുത്തത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശൂന്യമായിരിക്കുന്ന പടക് ഇവിടെ കാണുമ്പോൾ അവരെ അത് നിറയ്ക്കുന്നവരാക്കി തീർക്കാൻ ഇവർ മുഖാന്തരമാണ് സുവിശേഷം അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ നിർമ്മല കന്യകയും മണവാട്ടിയുടെ തോഴിമാരാകുന്ന കന്യകമാരുടെയും എണ്ണം തേയ്ക്കുവാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള സായലിൻ്റെ ഒക്കെ എണ്ണം തേയ്ക്കാനുള്ള ആരെല്ലാം ഇനി തികയണമോ നിറയ്ക്കണമോ അതിനുള്ള കമ്മീഷനിങ് ആണ് കർത്താവ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ പിടിച്ച് അവർ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇവരുടെ പടക് നിറഞ്ഞതിൻ്റെ കാരണം, ഈ പടക് നിറഞ്ഞത് കാണിക്കുന്നത് ഇവർ നിറയ്ക്കാനുള്ളവരാ. ഇവിടെ പടക് ശൂന്യമാകാനുള്ളതല്ല. സുവിശേഷം മുഖാന്തരമായ നിറവുണ്ട്. രാത്രിയിൽ സന്ദേശം അറിയിക്കുമ്പോൾ ശൂന്യമാക്കുന്നല്ല സുവിശേഷം, അത് ശൂന്യമാക്കുന്നത് പൈശാചികന്റെ അവൻ്റെ രാജ്യത്തെ ശൂന്യമാക്കുകയാണ്. നരകത്തിലേക്ക് പോകാനുള്ളവരെ പിടിച്ചെടുക്കുന്ന മുഖാന്തരമായി അവൻ്റെ രാജ്യത്തു നിന്നുള്ളവർ അവിടെ ശൂന്യമാക്കപ്പെടുമ്പോൾ അത് ക്രിസ്തുയേശുവിന് വേണ്ടി സമ്പാദിക്കപ്പെടുകയാണ്. നിറയ്ക്കുന്നവനെ അത് നിറയ്ക്കേണ്ടതിന് വേണ്ടി സ്വർഗാസ്വർഗത്തിന് മീതെ കയറി അവൻ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-ാം സ്വർഗത്തിലേക്ക് 2-ാം സ്വർഗത്തിലേക്ക് ഇങ്ങനെ അതുവരെയും ശൂന്യമായി കിടന്ന സകല മരണാനന്തര നിലകളിലേക്കും ആത്മാക്കളെ പ്രവേശിപ്പിക്കാനുള്ളതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ കർത്താവ് അവരോട് ഈ മീൻപിടുത്തമുള്ള ബന്ധത്തിൽ ഇത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ പിടിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? അവരെ പിടിക്കുന്നത് ക്രിസ്തു മുഖാന്തരം പിടിച്ചെടുക്കപ്പെട്ടാൽ അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട ഉന്നതമായ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അതേക്കുറിച്ച് രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ സുവിശേഷീകരണത്തിൻ്റെ ആരംഭത്തിലും അതുപോലെ തന്നെ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച ശേഷവും 2 മീൻപിടുത്തം കാണിച്ചിരിക്കുന്നത് കർത്താവ്ക്ക് നിറവ് കൊടുത്തത് ഈ നിറച്ചെടുക്കും എന്നെ കാണിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ മുഖാന്തരമായി, സുവിശേഷം മുഖാന്തരമായി, ക്രിസ്തുയേശു മരണപുനരുത്ഥാനം മുഖാന്തരമായി പിതാവാം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കരുതി വെച്ചിരുന്ന മണ്ണാന്ത വിശുദ്ധന്മാരുടെ മണ്ണാന്തരകൾ നിറയപ്പെടും. നിറയുക തന്നെ ചെയ്യും, ശൂന്യമാകത്തില്ല. രാത്രിയിലെ അധ്വാനം വൃഥാവായി പോകത്തില്ല. അത് നിശ്ചയമായിട്ട് നിറവിലേക്ക് എത്തും. കർത്താവ് അതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ ആയിരുന്നു. ഇപ്പോൾ യേശു കരയുന്ന യേശു ആകുന്നു എന്ന് അറിഞ്ഞില്ല. യേശുവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന ഉത്തരം പറഞ്ഞു. പടകന്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവർ വീശി മീനിന്റെ പെരുപ്പം കേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഥ പറഞ്ഞു, ഞാൻ നിറയ്ക്കാൻ വന്നവനാ, നിറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ശൂന്യത, ഇതുവരെയും മനുഷ്യ നിന്റെ പ്രയത്നം കൊണ്ട് ആർക്കും കടന്നു പോകാൻ കഴിയാത്ത ആത്മീയ മേഖലയുടെ ഉന്നതികൾ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു വേണം. യേശു ക്രിസ്തുവിനെ കൂടാതെ ആർക്കും നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയത്തില്ല. ഉന്നതമേറിയിരിക്കുന്ന പരമോന്നതമായിരിക്കുന്ന ആത്മീയ ഉന്നതി പ്രാപിക്കണമെങ്കിൽ യേശുവിനെ കൂടിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അവനാണ് നിറയ്ക്കുന്നവൻ. കർത്താവോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്കിവിടെ ശൂന്യതയാണല്ലോ, ഇതിൻ്റെ വലത്തുഭാഗത്ത് വീശിക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ ലൂക്കോസ് 5-4 പറയുന്നത്, യേശു പടകിൽ നിന്നപ്പോൾ പറഞ്ഞ ആഴത്തിലേക്ക് ഇറക്കാനാണ് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ആഴത്തിലേക്ക് നിൽക്കാതെ വലത്ത ഭാഗത്ത് പോകാൻ പറഞ്ഞ കാരണം എന്താ? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ്? കർത്താവ് പടകിൽ നിന്ന് പറഞ്ഞു ആഴത്തിൽ ഇറക്കി മീൻ പിടിക്കാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? എന്താ? പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവി, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീൻ്റെ പെരുപ്പം കേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? 5-4 പറയുന്നത് ആഴത്തിലേക്ക് നീക്കി വല വീശാനാണ് പറയുന്നത്. വലയിറക്കാൻ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാനാണ് പറയുന്നത്. എന്താ അതിൻ്റെ വ്യത്യാസമുണ്ട്? അപ്പൊ അവിടെ ആഴത്തിലേക്ക് ഇറക്കി, ഇവിടെയും ആഴത്തിലേക്ക് ഇറക്കിയാൽ പോരെ? രണ്ടും നേരം വെളുത്തുള്ള മീൻപിടുത്തമാണ്. ഇത് വ്യത്യാസം എന്താ? രണ്ടും ഒരേ കടല, ഗലീല കടലിൽ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. ഗലീല കടലിൽ തന്നെ രണ്ട് മീൻപിടുത്തം, ഒരേ സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ഒരിടത്ത് കർത്താവ് പറഞ്ഞു, പടകിൽ നിന്നുകൊണ്ട് പറഞ്ഞു ആഴത്തിലേക്ക് ഇറക്കാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞു തിബിരിയോസ് കടലിന്റെ കടൽക്കരയിൽ നിന്നുകൊണ്ട് യേശു പറയാണ് വലത്ത് ഭാഗത്തേക്ക്. മറ്റൊന്നുമല്ല, കാരണമൊന്നുമല്ല, സൃഷ്ടിതാവാൻ ദൈവം എവിടെ നിൽക്കുന്നുവോ അതിൻ്റെ കീഴിൽ, അതിൻ്റെ അടുത്ത് ഈ പറയുന്ന മീൻ അല്ലെങ്കിൽ സൃഷ്ടികൾ വരും. അപ്പോൾ യേശു ക്രിസ്തു പടകിൽ നിന്നപ്പോൾ, മീൻ പിടിക്കാൻ പറഞ്ഞപ്പോൾ ആഴത്തിലേക്ക് ഇറക്കാം. അപ്പോൾ മീനിന്റെ പെരുത്തുകൂട്ടം അവൻ്റെ കാൽച്ചുവട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ യേശു കരയിൽ നിൽക്കുകയാണ്. അപ്പോൾ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത്, യേശു നിൽക്കുന്ന ആ ഭാഗത്താണ് മീൻ കൂടിയിരിക്കുന്നത്. രാത്രി അത് മനസ്സിലാക്കണം. ക്രിസ്തു എവിടെയുണ്ടോ അവിടെയാണ് പെരുത്ത മീനുകൾ നിൽക്കുന്നത്. യേശു എവിടെയുണ്ടോ അവിടെ വീശിയാൽ ആത്മാക്കളെ കിട്ടും. അപ്പോൾ യേശു ഇപ്പം പടകിൽ നിന്നപ്പോൾ അവൻ്റെ കാൽച്ചുവട്ടിലാണ് പെരുത്ത മീൻകൂട്ടം വന്നത്. കാരണം സൃഷ്ടിതാവാം ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ സൃഷ്ടികൾ എത്തിച്ചേരും. കാരണം നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ല, എന്നാൽ സൃഷ്ടികൾക്കറിയാം, സൃഷ്ടിതാവിനെ അറിയാം. ഞാൻ പറഞ്ഞത് അവൻ്റെ ആ സാന്നിധ്യം അവൻ നിൽക്കുന്നിടത്തേക്ക് വരും. ഇവിടെ കഥ പടകിലല്ല യേശു നിൽക്കുന്നത്, യേശു കരയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കരയിൽ നിൽക്കുന്ന യേശുവിൻ്റെ സമീപത്തേക്കാണ് ഈ പറയുന്ന മീനെല്ലാം ഒത്തുകൂടുവാൻ ഇടയാത്തുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് വലത്ത് ഭാഗത്ത് മീൻ വീശാൻ പറഞ്ഞത്. ഈ ആൾ മനസ്സായെന്ന് വിചാരിക്കുന്നു. യേശു എവിടെയുണ്ടോ, യേശുവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയാണ് ശൂന്യത മാറുന്നത്, അവിടെയാണ് നിറയപ്പെടുന്നത്. രാത്രിയിലും ക്രിസ്തു നമ്മുടെ ഭവനത്തിലുള്ളതുകൊണ്ട്, യേശു നമ്മുടെ സഭയിലുള്ളതുകൊണ്ട്, യേശു നമ്മളായിരിക്കുന്ന സ്ഥലത്തുള്ളതുകൊണ്ട് എല്ലാ ശൂന്യതകളും മാറി നിറയപ്പെടുവാൻ കഥ പറഞ്ഞ് ഇന്ന സ്ഥലത്തുണ്ട്, നീ വല വീശിക്കൊള്ളാം. അതാണ് അതിൻ്റെ വ്യത്യാസം. ആഴത്തിലിറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ക്രിസ്തു പടകിൽ നിൽക്കുകയാണ്, അവൻ അതിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ പെരുത്ത മീൻകൂട്ടമുണ്ടായിരുന്നു. അവൻ എവിടെയുണ്ടോ അവിടെയാണ് പെരുത്ത മീൻകൂട്ടമുണ്ടാകുന്നത്. യേശു കരയിൽ നിന്നപ്പോൾ ആ കരക്കടുത്തേക്ക് സൃഷ്ടികളായിരിക്കുന്ന മീനുകൾ ആകർഷിക്കപ്പെടുവാനേ തന്നു. എൻ്റെ യേശു എവിടെയുണ്ടോ അവിടേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് സുവിശേഷകരായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ദിവസങ്ങൾ ഒന്നും കാണാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൽ ഞാൻ പറയാം, യേശുവിൻ്റെ സാന്നിധ്യം, കർത്താവ് എവിടെ നിൽക്കുന്നുവോ അവിടെ പെരുത്ത മീൻകൂട്ടമുണ്ട്. ദിവസങ്ങളിൽ നമ്മൾ താമസിച്ച സ്ഥലങ്ങളിൽ, നാം സുവിശേഷ സ്ഥലങ്ങളിൽ, ദൈവം നമ്മളെ അയക്കുന്ന സ്ഥലങ്ങളിൽ, വലവീശാൻ പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മളോട് ആജ്ഞാപിക്കുമ്പോൾ അവിടെ വലിയ പെരുത്ത മീൻകൂട്ടമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞത്. ഒരേ പടക്, ഒരേ വല,
ഒരേ മീൻപിടുത്തക്കാര്, ഒരേ കടല്, പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ പറയാൻ കാരണം മറ്റൊന്നുമല്ല, യേശു ഈ നിൽക്കുന്ന കരയ്ക്കടുത്തപ്പോൾ ആ വലത്ത് ഭാഗത്തായിട്ട്, പടകിന്റെ വലത്ത് ഭാഗത്തായിട്ടാണ്, ആ കരയ്ക്കടുത്താണ് യേശു നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് മീൻ കൂടിയിരിക്കുന്നതോട് കർത്താവ് പറഞ്ഞു, നീ ഇടത്ത് വെച്ച് തിരിച്ചേ കിട്ടത്തില്ല, താഴേക്ക് ഇറക്കിയാൽ, പണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് താഴേക്ക് ഇറക്കണ്ട, അവിടെയല്ല നിൽക്കുന്നത്, ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയുണ്ട് മീൻകൂട്ടം. അവര് അതനുസരിച്ചു. അവർ വിചാരിച്ചു പണ്ട് യേശു പറഞ്ഞ താഴേക്ക് ഇറക്കാനല്ല പറഞ്ഞു, അങ്ങനെ ആഴത്തിലേക്ക് ഇറക്കാൻ അവർ പോയില്ല. അവര് ഇടത്തും വീശാൻ പോയില്ല, പടിഞ്ഞാറ് തെക്കോ വീശാൻ പോയില്ല. കാരണം യേശു എവിടെ പറയുന്നു അവിടെയാണ് മീൻ. ഞാൻ അതിന്റെ അർത്ഥം ഇതാണ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ അവിടെ ആത്മാക്കൾ ഒത്തുകൂടാൻ ഇടയാത്തരും. അതാണ് അതിന്റെ മർമ്മം ഇവിടെ വെളിപ്പെടുത്തി. അവരെ മീൻ പിടിപ്പിച്ച് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. യേശു പറയുന്നത് അനുസരിക്കുക. കർത്താവ് പറയുന്നിടത്തുണ്ട് മീൻ. അപ്പോൾ അതാണ് ഇവിടെ അവർക്ക് മനസ്സിലായത്. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അഥവാ യോഹന്നാൻ, ഈ സുവിശേഷം എഴുതിയ യോഹന്നാനാണ് പറഞ്ഞത്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ മീൻപിടുത്തം കണ്ടപ്പോഴേ മനസ്സിലായി. അതുവരെയും യേശു കുഞ്ഞുങ്ങളെ എന്നൊന്നും പറഞ്ഞിട്ടൊക്കെ മനസ്സിലായില്ല. എന്നാൽ പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന് അതിൻ്റെ വ്യത്യസ്തതയും മാറ്റങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവൻ്റെ ശബ്ദത്തിന് പോലും വളരെ അധികം മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മഗ്ദലക്കാരത്തെ മറിയോട് സംസാരിക്കുന്ന അവളുടെ ശബ്ദത്തിൽ, റബൂനി, അവള് മറിയേ എന്നുള്ള വിളിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് വെളിപ്പെടുത്തേണ്ട സ്ഥലത്ത് വെളിപ്പെടുത്തി കൊടുക്കും, വെളിപ്പെടുത്തേണ്ട സ്ഥലത്ത് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് വ്യത്യസ്തത ഉണ്ടാകുന്നത്. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വെളിപ്പെടുത്താൻ സാധിക്കും, ശബ്ദം വെളിപ്പെടുത്താൻ സാധിക്കും, അവനെ വെളിപ്പെടുത്താൻ സാധിക്കും. അത് കർത്താവിന് അന്നേരമുള്ള പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, കർത്താവാകുന്നത് പറഞ്ഞു. കർത്താവാകുന്നത് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. അപ്പോൾ യേശു നിൽക്കുന്ന സ്ഥലത്താണ് മീൻപിടുത്തം നടക്കുന്നത്. അവരന്ന് തന്നെ അഴിച്ചുകൊണ്ട് വന്നു. പക്ഷേ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടായിരുന്ന ഈ പത്രോസ് ആ സമയത്ത് അവൻ അങ്കി ചുറ്റി കടലിൽ ചാടുവാൻ ഇടയാത്തത്. അതിൻ്റെ അർത്ഥം നഗ്നത തന്നെ, പൂർണ്ണ നഗ്നതയുടെ അർത്ഥം അവനെ ഇത് പാപത്തെയും കൂടി കാണിക്കുകയാണ്, പിന്മാറ്റത്തെയും കൂടി കാണിക്കുകയാണ്. അപ്പോൾ അവനെ ദൈവം ഒന്നാമനായി വിളിച്ച് അവനെ എഴുതി. പക്ഷേ പിന്മാറ്റത്തിൽ പോയവനാണ് ആദ്യം ഇറങ്ങിപ്പോയത്. അവനാണ് ആദ്യം. അതുകൊണ്ടാണ് അവൻ യേശുവിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തവനായി മാറി. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ നഗ്നനാഥ് ചിന്തിച്ച് നഗ്നത കാണിക്കുന്ന പാപത്തെ വെളിപ്പെടുത്തുകയാണ്. അവൻ ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. അവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അവൻ വാസ്തവത്തിൽ അവിടെ മീൻപിടുത്തത്തിന് വേണ്ടി ഇറങ്ങാൻ തിരിച്ചപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ പാപം വെളിപ്പെടുവാൻ ഇടയാത്തത്. മനുഷ്യൻ അതുവരെ നീതിയിരിക്കപ്പെട്ടിരുന്നവനല്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിടുതൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിന്നീടാണ്. ഇവിടെ ക്രിസ്തു മുഖാന്തരം ഇത്രയും വചനം കേട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായെങ്കിലും അവൻ വിചാരിച്ചു മുമ്പോട്ട് പോകാൻ രക്ഷയില്ലെന്ന് കണ്ടുകൊണ്ട് അവൻ വാസ്തവത്തിൽ പിന്മാറിപ്പോയി. അവൻ്റെ ജീവിതത്തിൽ പക്ഷേ എന്നാൽ ദൈവം അവനെ സ്നേഹിച്ചു. ഇത് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ, കർത്താവിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പത്രോസ് പടകിൽ നിന്ന് കടലിലേക്ക് ആടി. പിന്നെ അവനറിയാമായിരുന്നു, കടലിൽ അവനെ ഏകനായി വിടത്തില്ല. പണ്ട് നടന്നതല്ലേ, നീ ആണെങ്കിൽ ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വന്ന് അവനെ കൈപിടിച്ച് കയറ്റതല്ലേ. അവൻ നല്ല പരിചയമുണ്ട്, അവനറിയാം യേശു ഉള്ളത് കൊണ്ട് ഞാൻ കടലിൽ തീർന്നു പോകുകയില്ല എന്നുള്ളത്. ഏതായാലും അവൻ ചാടിയത് അതിൻ്റെ കാണിക്കുന്നത് അവൻ്റെ പിന്മാറ്റത്തെയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ പാപത്തെയുമാണ് ഇവിടെ വെളിപ്പെടുത്താൻ, നഗ്നത വെളിപ്പെടുത്തുന്നത്. അവൻ കടലിൽ ചാടി. ശേഷമായ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികമല്ല ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല എഴിച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഇവര് കരയിൽ നിന്ന് മീനും പിടിച്ചുകൊണ്ട് വരുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാർ ചെയ്തിരുന്നു, പ്രാതൽ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ കഷ്ടപ്പെടുന്ന, ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥകളിൽ ദൈവം കരുതും കൊട്ടോ, നമുക്ക് വേണ്ടി കരുതും. അവൻ്റെ കരുതലിനായ സ്തോത്രം. കഴിഞ്ഞ നാളിൽ ദൈവം കരുതി. നാം ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ നമ്മളിവിടെ പ്രയാസപ്പെട്ടപ്പോൾ, ഭാരപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി കരയിൽ കരുതി വെക്കുന്ന ദൈവമുണ്ട്. പത്രോസേ, നിന്റെ ഭൗതിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ എങ്ങനെ കുടുംബത്തെ പോറ്റുമെന്നുള്ള ചിന്തയോടുകൂടി നീ ഇറങ്ങി തിരിച്ചതാ. പക്ഷേ നിനക്ക് വേണ്ടിയത് നിന്റെ അധ്വാനം കൊണ്ടല്ലാതെ കരയ്ക്ക് വെക്കുവാൻ, നിനക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെക്കുവാൻ കഴിവുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവത്തിന് എൻ്റെ അധ്വാനം കൂടാതെ, എൻ്റെ കഴിവ് കൂടാതെ എനിക്ക് വേണ്ടി കരുതിയത് വെക്കുവാൻ കഴിയും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശിഷ്യന്മാര് അവർ പിടിച്ചുകൊണ്ട് വന്ന മീനെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. അതല്ല, അവർ കയറി വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വേണ്ടി യേശു കരുതിയിരുന്നു.
അതേ കർത്താവേ, എനിക്കില്ല, ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ പ്രയാസപ്പെടുകയാണെന്ന് പറയുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുവരുന്നതിന് മുമ്പായി കരുതി വെക്കുന്ന ദൈവമുണ്ട്. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഇല്ല എന്ന്, അവർ പറഞ്ഞു ഇല്ല എന്ന്, ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവിടെ ഇല്ലായ്മയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി കരുതി വെച്ച നമ്മുടെ അരുമനാഥനാണ്, സ്നേഹവാനായിരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കരുതലുണ്ട്. ഇവർ ആ കടലിൽ നിന്ന് മീനും പിടിച്ച് എറിഞ്ഞു വരുമ്പോൾ ഇവർ കാണുന്നത് അപ്പവും തീക്കനലിന്മേൽ മീനും ഇരിക്കുന്നതാണ് കണ്ടത്. ഇതെവിടെ നിന്ന് കിട്ടി? നമ്മുടെ കർത്താവിന് സകലവും സാധ്യമാണ്. നമ്മുടെ പ്രയത്നം കൊണ്ട് നാം പിടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ രീതിയിൽ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സുവിശേഷത്തിലൂടെ ഇറങ്ങിയ സുവിശേഷകരെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനത്തെക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കരുതലാണ് നമുക്കെപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. അവർ കയറി വരുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം പ്രാതൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ ഇല്ല എന്ന് പറയുമ്പോൾ നിന്നെ ശൂന്യമാക്കി വിടുന്നവനല്ല, എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ കരുതലാണ് അവർ കരയ്ക്ക് വന്നപ്പോൾ കണ്ടത്. അവർ മീൻ വെച്ചിരിക്കുന്നു, അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ഇവര് ചെറിയ വലകൾ വന്നു, ഇത് എഴുച്ചും കൊണ്ടുവന്ന് ഇങ്ങോട്ട് വലിച്ചു കയറ്റിയില്ല. പക്ഷേ പത്രോസാണത് ചെയ്യേണ്ടത്, കരയ്ക്ക് വലിച്ചു കയറ്റേണ്ടത്. ദൈവത്തിൻ്റെ വലയാകുന്ന സുവിശേഷം മുഖാന്തരമായി ജീവനില വലിച്ചെടുക്കുന്ന ബന്ധത്തിൽ അവിടെ കാണും. ഇന്ന് ഏകദേശം 225 രാജ്യങ്ങളാണ് ലോകത്തിലുള്ളത്. എന്നാൽ വലിയ മീൻ, ചെറിയ മീനെ കുറിച്ച് പറഞ്ഞു, വലിച്ചു കയറ്റി അത്ര വലയുണ്ടായത്. അതിൽ 153 വലിയ മീനുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് വലിയ രാഷ്ട്രങ്ങളായിരിക്കും. 153 രാഷ്ട്രങ്ങളാണ് കാണിക്കുന്നത്. നമുക്ക് ചെറിയ രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. എന്നാൽ 153 രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ യുണൈറ്റഡ് നേഷനൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പായി, രാജ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായി നാട്ടുരാജ്യങ്ങളും പല പല ചെറിയ രാജ്യങ്ങളായി ഒന്നുമില്ലാതെ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും അമേരിക്കയെന്നും ഒക്കെ രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങളൊക്കെ അത് മനസ്സിലാക്കി വരുന്നതിന് മുമ്പായി ദൈവം ഒരു എണ്ണം വെച്ച് 153 വലിയ മീനെന്നുള്ളത്. അത് 153 വലിയ രാജ്യങ്ങളെ കാണിക്കുന്നത്. ഇന്ന് അതിലേക്കല്ല വന്നിരിക്കുന്ന ഏകദേശം. അത് 225 രാജ്യങ്ങളുണ്ടെങ്കിലും അതിനകത്ത് വലിയ രാഷ്ട്രങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 153. അപ്പം വലിച്ചെഴുതുന്നത് എണ്ണം പറയും 153 വലിയ മീൻ വധിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ ബന്ധത്തിൽ സുവിശേഷത്തിൻ്റെ മുഖാന്തരമായി സുവിശേഷം അറിയിക്കേണ്ട രാജ്യങ്ങളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ എണ്ണം പറയും. 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വലയുണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അപ്പോൾ എത്ര പിടിച്ചാലും കീറാത്ത വലയാണ് സുവിശേഷം. ഒരിക്കലും പഴയതായി പോകത്തില്ല. 1-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച അതേ വചനം തന്നെയാണ് ഇന്നും മീൻപിടുത്തത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് പൊളിഷിയൊന്നും വേണ്ട, മാറ്റമൊന്നും വേണ്ട, നമ്മുടെ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട. അന്ന് ഉപയോഗിച്ച അതേ വചനം ഇന്നും ഉപയോഗിച്ചാൽ മതി. മാനസാന്തരപ്പെട്ടുള്ള സന്ദേശമായി മാറും. അതിന് മനുഷ്യൻ്റെ വേദത്തിനോടെ അതിൻ്റെ ആവശ്യമില്ല. സമയം മാറിയല്ലോ, കാലം മാറിയല്ലോ, പുതിയ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് നമ്മളൊന്നും കൂട്ടുമൊന്നും വേണ്ട. ആ വല കീറാത്ത വലയാ, അത് പിടിക്കാൻ സജ്ജമായ വലയാ. യേശുവിൻ്റെ വചനം അത് അന്നും ഇന്നും ഒരുപോലെയാ. അത് ഒരേ രീതിയിൽ നിന്നാൽ മതി. സുവിശേഷീകരണത്തിന് മറ്റു മാർഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. പ്രസംഗം മാത്രം മതി, പ്രാർത്ഥന മതി, ദൈവം പറഞ്ഞിരിക്കുന്ന മാതൃക മാത്രം മതി. അല്ലാതെ മറ്റൊരു മാർഗവും ദൈവം പറഞ്ഞിട്ടില്ല. ഈ വല കീറാത്ത വലയാണ്. ഈ വല പഴകി പോകുന്നതല്ല. ഇത് സർവസജ്ജമായി അന്ന് ഇറക്കിയ ആ വല നിഴലാണെങ്കിൽ ക്രിസ്തു മുഖാന്തരം ഇറക്കിയിരിക്കുന്ന വല അതിന് മാറ്റമില്ലാത്തതാ. അത് വലിച്ചു കയറ്റേണ്ട സമയത്ത് വലിച്ചു കയറ്റും. അതുവരെയും ഇവിടെ ഈ സുവിശേഷം ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് പ്രാതൽ ഒരുക്കി ദൈവം കൊടുപ്പാടെ തീർന്നും. കർത്താവിനോട് പറഞ്ഞു, യേശുവോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് ചോദിച്ചില്ല. അന്ന് പ്രാതൽ ഒരുക്കിയെങ്കിൽ, അത് സഭ സ്ഥാപിക്കുന്നതിന് മുമ്പ് പ്രാതൽ ഒരുക്കപ്പെട്ടെങ്കിൽ, സഭ എടുക്കപ്പെട്ട ശേഷമായി കർത്താവ് വരുന്ന മുമ്പായി അത്താഴം ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പോൾ അന്ന് സഭ ഒരുക്കപ്പെട്ടില്ല. അതിനുശേഷമായി യേശു പുനരുത്ഥാനം ചെയ്ത 50-ാം ദിവസമാണ് സഭ സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ അന്ന് പ്രാതലാണ് അവർ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുക, പ്രഭാതത്തിലെ പണി നടന്നുകൊണ്ടിരിക്കുക, പകൽ സമയം പണിയുണ്ട്, സുവിശേഷത്തിൻ്റെ മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുക. അത് സാധാരണ ഒരു മീൻ പിടിക്കുന്നത് രാത്രിയിലായിരുന്നെങ്കിൽ അവരെ ദൈവം മനുഷ്യരെ പിടിക്കുന്നതാക്കി തീർത്തപ്പോൾ അധ്വാനം പകലാണ് കാണിക്കുന്നത്. എന്നാൽ ഈ അധ്വാനം തീരാൻ സമയമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അത്താഴത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ
മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത്താഴം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. മൂന്നാം അധ്യായം അതിൻ്റെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ അതിന് മൂന്നാമത്തെ 20-ാം വാക്യം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അന്ന് ശിഷ്യന്മാർക്ക് പ്രാതൽ കൊടുത്ത് സുവിശേഷത്തിൻ്റെ പ്രാരംഭ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി അവരെ സജ്ജരാക്കി. പ്രഭാത ഭക്ഷണം കൊടുത്ത് അവർ പണി ആരംഭിച്ചു. നമുക്കറിയാം, പണിക്കാർക്ക് രാവിലെ ആഹാരം കൊടുക്കും. നമ്മുടെ കർത്താവ് അവർക്ക് ആഹാരം ഒരുക്കി കൊടുത്തു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അന്ന് ആഹാരം കൊടുത്ത് പണിയാൻ തുടങ്ങിയിരിക്കുന്ന വേലക്കാർ, മീൻപിടുത്തക്കാർ ഇന്നും മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ പണി നിർത്തുവാൻ പറയുന്ന യജമാനനുണ്ട്. അന്നാണ് അത്താഴം ഒരുക്കി പണി തീരുന്നത്. അതുവരെയും ലോകത്തിൽ സുവിശേഷം ഉണ്ടായിരിക്കും. എന്നാണ് അത്താഴം കൊടുക്കുന്നറിയാമോ? അതെ, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ട് അത്താഴം ഒരുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3-ാം അധ്യായം 16-ാം വാക്യം, കർത്താവ് 2-ാം വരവിനോട് ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നാണ് പറയുന്നത്. രാത്രിയിൽ പ്രിയപ്പെട്ടവർ അന്ന് പ്രാതൽ കൊടുത്തു. ഈ ദിവസങ്ങളിൽ നാം ഈ ദിവസങ്ങളിൽ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് ഓടുന്നവരാണ്. എന്നാൽ അത്താഴം കഴിക്കാനുള്ളൊരു ദിവസം ഉണ്ട്. അന്ന് സുവിശേഷത്തിൻ്റെ സന്ദേശം അവസാനിക്കും. അത് കർത്താവ് വാതിൽ അടയ്ക്കുന്നതോടുകൂടിയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാതിൽ നിന്ന് മുട്ടുന്ന കർത്താവ് കല്യാണ സദ്യക്ക്, ആ സദ്യയിൽ അവിടെയുള്ള വൃതന്മാരോടുകൂടി പ്രവേശശേഷമായി അവിടെ ആൾക്കാരെ തെളിച്ച ശേഷം വാതിൽ അടയ്ക്കും. അതോടുകൂടിയാണ് കൈത്തിരിവട്ടമുള്ള സുവിശേഷത്തിൻ്റെ അവസാനത്തെ കന്യകമാരെ കൂടി, അഥവാ മണവാളിനെ സ്വീകരിക്കാനുള്ള മണവാട്ടിയെയും സ്വീകരിക്കുന്ന, ഭൂമിയിൽ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട് സാധാരണ മനുഷ്യരായിരിക്കുന്ന വൃതന്മാരെ ചേർക്കുന്നതോടുകൂടിയാണ് സുവിശേഷത്തിൻ്റെ വാതിൽ ദൈവം അടയ്ക്കുന്നത്. അതിനുശേഷമാണ് അത്താഴം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ അത്താഴം അവിടെ നടക്കും. അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാതലൊരുക്കിയ മണവാളൻ അത്താഴം കഴിക്കുവാൻ വേണ്ടി അവൻ്റെ മണവാട്ടിയായിട്ട് വരും. അതിനു വേണ്ടിയാണ് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ തിബരിയോസ് കടൽക്കരയുടെ അവിടെ വെച്ച് പ്രാതൽ കൊടുത്തെങ്കിൽ യെരുശലേമിലെ ദൈവം ഒരുക്കുന്ന ബാങ്കറ്റ് ഹാളുണ്ട്. അന്ന് മണവാളനും മണവാട്ടിക്കും വേണ്ടി ഒരുക്കുന്ന, കല്യാണ സദ്യക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് നമ്മൾ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവർ, നമ്മളെ കർത്താവ് കൊണ്ടുവരും. അവിടെ പ്രവേശിക്കും. അന്ന് അവിടെ പ്രവേശിക്കാനുള്ള എല്ലാവരും കയറി കഴിയുമ്പോൾ കല്യാണ സദ്യയുടെ വാതിലടയ്ക്കും. അവിടെ അന്നാണ് അത്താഴം നടക്കുന്നത്. അതിന് ഞാനും നിങ്ങൾ യോഗ്യരായിത്തീരാൻ വേണ്ടി, അവനോട് കൂടെ വരുന്ന മണവാട്ടിയായിത്തീരാനുള്ള വലിയ പദവി നമുക്കുള്ളത് കൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയാകുന്നതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. അപ്പോൾ അന്ന് കർത്താവിൻ്റെ മണവാട്ടിയോട് ബന്ധത്തിൽ അവർക്ക് പ്രാതൽ കൊടുത്തവരെ വേലക്കിറക്കിയെങ്കിൽ അത് കാലാകാലങ്ങളായ, നൂറ്റാണ്ടുകളായ, ആയിരക്കണക്കിനും 1000-2000 വർഷമായി അതേ ദിവസങ്ങളിൽ ആഹാരത്തിൻ്റെ ശക്തി കൊണ്ട് വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസിദാസന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നാൾ നാം അവനോടുകൂടെ യെരുശലേമിൽ കുഞ്ഞാടിനോടുകൂടെ മണവാട്ടിയായി വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. പ്രാതൽ അവർക്ക് കൊടുത്തെങ്കിൽ നിശ്ചയമായിട്ടും അത്താഴം കഴിക്കുമ്പോൾ അവനോടുകൂടെ നമ്മളെല്ലാവരും കാണും. അതുവരെയും ഈ പ്രവൃത്തി മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുമെന്നുള്ളതും നമുക്ക് ഈ വചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 15 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നത്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, ആഹാരം എല്ലാം കഴിച്ച ശേഷമാണ് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുറവുകളൊന്നും പറയരുത്. വീടുകളിലൊക്കെ പ്രശ്നം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറവൊക്കെ വിളിച്ച് പറയും. പിന്നെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പ്രയോജനമില്ല. വഴക്കായി, ബഹളമായി, പ്രശ്നമായി, ആകെപ്പാടെ പ്രശ്നമാകും. ഇതൊരു നമുക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബുദ്ധി ഉപദേശമാണ് തന്നിരിക്കുന്നത്. പലയിടത്തും സന്തോഷത്തോടെ ആഹാരം കഴിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ, എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടായിട്ട് ആഹാരം മേശയിലിരിക്കുള്ളൂ. അങ്ങനെയല്ല മേശയിലിരിക്കേണ്ടത്. അതിനുള്ള തെളിവാണ് ഇവിടെ കർത്താവ് കാണിക്കുന്നത്. പത്രോസിന്റെ ജീവിതത്തിന്റെ കുറവുണ്ട്, പക്ഷേ ദൈവം അത് വെളിപ്പെടുത്തിയില്ല. നമുക്കത് മാതൃകയാണ്, കർത്താവ് കാണിച്ച മാതൃകയാണ്. പലപ്പോഴും ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് അതിന് മുമ്പായി ആരുടെയും കുഞ്ഞുങ്ങളുടെ കുറവോ മറ്റുള്ള കുറവോ നമ്മൾ പറയരുത്. ആഹാരം കഴിക്കുമ്പോൾ സന്തോഷത്തോടെ നിന്ന് കഴിക്കണം, സമാധാനത്തോടെ നിന്ന് കഴിക്കണം, വളരെ വളരെ അത് ഉല്ലാസമായിരിക്കണം. അതാണ് ദൈവം കണ്ടിരിക്കുന്നത്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭക്ഷണമേശ ഒരു നിരാശയുടെ മേശയാകാറുണ്ട്. സന്തോഷമില്ലാതെ എല്ലാം ചിന്തിച്ച്, കടവും ഭാരവും രോഗവും എല്ലാം ചിന്തിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് യൂറോപ്യൻസ്, മറ്റുള്ള പല ആൾക്കാരും നമ്മൾ കൊണ്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്ത് ആഹാരം കഴിക്കുന്നത്.
നമ്മളാണ് ഇത് ഷുഗർ വരുമോ, പ്രഷർ വരുമോ, അതുണ്ടോ ഇതുണ്ടോ, അങ്ങനെ 100 കൂട്ടം സംശയത്തോടെ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങൾക്ക് മാറാതിരിക്കുകയും ചെയ്യുന്നത്. സന്തോഷത്തോടെ അപ്പം തന്നെയാണ് പറഞ്ഞത്, സന്തോഷ ആഹാരം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുറവുകൾ നെറ്റ് പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പാട്ടും സന്തോഷവും ഒക്കെ ഉള്ളത്. അതിന് സന്തോഷത്തോടെ നമ്മൾ ഇരിക്കാൻ പറയുന്നത്. ഭക്ഷണമേശയിൽ ഒരിക്കലും അവിടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കഴിച്ച് പ്രാതൽ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇത് നമ്മുടെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ആക്കിക്കൂ, അത് അനുഭവമാക്കി മാറ്റിക്കൂ, വളരെ മാറ്റമുണ്ടാകും. അപ്പം ഈ ദിവസങ്ങളിൽ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനെ വിളിച്ചു. പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അത് ഞാൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്നാണ് അവനോട് പറഞ്ഞു. ഇവൻ്റെ കുറുവനെ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ കഴിക്കുന്നതായിട്ട് പറഞ്ഞില്ല. നീ പിന്നെയും പടകും വലയൊക്കെ എടുത്തോട്ട് പോയോടാന്ന് ചോദിച്ചില്ല. ഇവിടെ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. രാത്രിയിൽ നമ്മൾ പലതും നമ്മളെല്ലാം ദൈവത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു വീടിൽ നമ്മൾ ഇടപെടേണ്ടത്, മാതാപിതാക്കൾ എങ്ങനെ ഇടപെടണം, എങ്ങനെയായിരിക്കണം ഒരു ദൈവദാസൻ ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആളോട് പറഞ്ഞിരിക്കുന്നത്. വാശിയും വൈരാഗ്യവും വഴക്കും പണക്കും എല്ലാം പറഞ്ഞത് കത്തുമേശ നടത്തുന്നവരുണ്ട്, അല്ലേ? വെട്ടി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ട്, അതിനുശേഷം കത്തുമേശ എന്തിനാണ് നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് വെള്ളം ഉള്ളെങ്കിൽ അത് ഉണങ്ങിയ അപ്പമാണെങ്കിൽ അത് സന്തോഷത്തോടെ കഴിച്ചാൽ അത് സന്തോഷമാണ്, അല്ലേ? എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? സദസ്യവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉണങ്ങിയ അപ്പമാണെങ്കിലും റൊട്ടിയുള്ളെങ്കിലും സമാധാനത്തോടെ കഴിച്ചാൽ അത് വളരെ സന്തോഷം, അല്ലെ? ഒരു വീട്ടിൽ നിറയെ ശാഖഭോജനം ഉണ്ടാക്കി വെച്ചിട്ട് അത് വഴക്കാണെങ്കിൽ കലകത്തോടെ ആണെങ്കിൽ പ്രയോജനമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് അത് നമുക്ക് പഠിപ്പിച്ചു തരും, മനസ്സിലാക്കി തരിക. ഞാൻ പറഞ്ഞല്ലോ, കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് വെട്ടും കുത്തും വഴക്കും ബഹളവും സാക്ഷിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മേശ നടത്തി എഴുന്നേറ്റ് പോവുക. അതല്ല നടത്തേണ്ടത്. സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവിൻ്റെ മേശയ്ക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശാനുഭവത്തെക്കുറിച്ച് നമ്മൾക്ക് മാനസാന്തരം ഉണ്ടാകണം. കർത്താവിൻ്റെ മേശയിലേക്ക് വരുമ്പോൾ സന്തോഷം ഉണ്ടാക്കണം. എന്നെ അനുയോഗ്യനാക്കി തീർത്തല്ലോ കർത്താവേ, നിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കിയിരിക്കുന്ന മേശ പങ്കെടുക്കാൻ നമുക്ക് സന്തോഷമുള്ളവരായിരിക്കണം. കർത്താവ് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കും നമുക്ക് ദുഃഖമുണ്ട്, എന്നാൽ അവൻ കഷ്ടം സഹിച്ച് നമ്മെ അവനോട് പങ്കാളിത്തലാക്കി തീർക്കാൻ വേണ്ടിയാണ്. ദിവസങ്ങളിൽ പ്രാതൽ കഴിഞ്ഞ ശേഷമായിട്ട് യേശു അവൻ പറയുകയാണ്, പത്രോസിനെ അവിടുന്ന് പൊക്കി എന്നെ വിളിച്ചു, ഒന്നാമന എഴുന്നേക്കാൻ പറഞ്ഞു. ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. ഞാൻ, ഉവ്വ് കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു അതല്ലോ എന്ന് പറഞ്ഞു. കർത്താവ്, നിനക്കല്ല, നീ അറിയുന്നല്ലോ, നീ എന്നോട് സ്നേഹം, നീ എന്തല്ല അത്രയും പറഞ്ഞില്ലെങ്കിലും പത്രോസ് ആദ്യം മുതലുള്ള ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിച്ച അന്ന് മുതൽ ഇറങ്ങി തിരിച്ചതാ, അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സാക്ഷി നമ്മളും പറയും, നമ്മളും പറയുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ നമ്മളോട് പറഞ്ഞു. കർത്താവ്, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, പേര് മാറാതിരിക്കാൻ വേണ്ടി അപ്പൻ്റെ പേരോടുകൂടിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റ് ശിമോന്മാരും ഉണ്ട് അവിടെ, എന്നാൽ മാറാൻ പാടില്ല. യോഹന്നാന്റെ മകനായ ശിമോൻ, ദൈവം വിളിക്കുമ്പോൾ വ്യക്തമായിട്ട് വിളിക്കുകയുള്ളൂ. ദൈവദൂത അറിയിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയും, യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് വിളിച്ചു. അവനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ മേയിക്കുന്നതും പാലിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു. ഒരു ഇടയൻ്റെ ദൗത്യമാണ് മേയിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത്. കുറെ തീറ്റി കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനെ പാലിക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറേ ആഹാരം മാത്രം കൊടുത്ത് അല്ല നമ്മൾ വളർത്തേണ്ടത്, ആണോ? സഭയെന്ന് പറഞ്ഞാൽ, മേയിക്കുക എന്ന് പറഞ്ഞാൽ പുല്ല് കുറേ ചെത്തി കൊടുത്തു, അത് മേയിക്കുന്ന. എന്നാൽ പാലിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെടും. പരിപാലനമാണ് പാലിക്കുക എന്നുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അവരെ മേയിക്കണം, അവരെ പാലിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെയല്ല, നമ്മൾ ആഹാരം കൊടുക്കുക മാത്രമല്ല, അവരെ എന്തെങ്കിലും പാലിക്കും, അവരെ സ്കൂളിൽ വിടും, അവർക്ക് വേണ്ട കറക്ഷൻ ചെയ്യുകയെല്ലാം ചെയ്യുന്നു, പാലിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവസഭയിൽ കുറേ വചനം മാത്രം അങ്ങ് പ്രസംഗിച്ച് നമ്മൾ ആത്മാവിൽ ആരാധിപ്പിക്കുക മാത്രമല്ല ഒരു ദൈവദാസൻ്റെ ചുമതല, കടമ. അതല്ല, അത് മാത്രമല്ല, അത് വേണം. എന്നെ വചനം മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ, വചനമാണ് എൻ്റേത്, അതുപോലെ തന്നെ ആത്മാവിൽ ആരാധിച്ചു, സഭ വരുമ്പോൾ അതാണ്. മേയിക്കുക മാത്രമല്ല, അവർക്ക്
ആഹാരം കൊടുക്കുക മാത്രമല്ല, അവരെ പാലിക്കണം. കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പാലിക്കേണ്ട ചുമതല കൂടി ദൈവദാസന്മാർക്കുണ്ട്. കാരണം മേയ്ക്കുകയും പാലിക്കുകയും രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. മേയ്ക്കുക എന്ന് വെച്ചാൽ ഫീഡിങ് എന്ന് പറയുന്നത്. ഫീഡ് ചെയ്യുക എന്നാണ് മേയ്ക്കാനുള്ളത്. ഇതിനെ ഈ പാലിക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ എന്നാണ്, കെയർ ചെയ്യുന്നതിനാണ് പാലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവസഭയിലുള്ളവർ, അവർ അന്യോന്യം അവർ ഫീഡ് ചെയ്യുന്നവരും, വചനത്തിൽ ആത്മാവിൽ ഫീഡ് ചെയ്യുന്നവരും, അതുപോലെ തന്നെ അന്യോന്യം അവർ പരിപാലിക്കുന്നവരായിരിക്കണം. പ്രധാന ഉത്തരവാദിത്വം ദൈവദാസന്മാർക്കുണ്ട്. അതാണ് ഇവിടെ കർത്താവ് രണ്ട് രീതിയിൽ അവരെ പറഞ്ഞത്. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പറഞ്ഞു നീ എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു. അപ്പം മേയ്ക്കുകയും ചെയ്യണം, പാലിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ കുറേ ആത്മീയ പ്രോഗ്രാം മാത്രം നടത്തി ഞാൻ ആത്മീയനാണ്, എനിക്ക് എന്നെക്കുറിച്ച് അത് മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് പാലിക്കണം, ടേക്ക് കെയർ ചെയ്യണം. ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യണം, പാലിക്കണം. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന. കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ആഹാരം മാത്രം കൊടുത്തിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അല്ല, അവരെന്ത് ചെയ്യണം? കെയർ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കെയർ ചെയ്യണം. നീ എൻ്റെ ആടുകൾക്ക് ആഹാരം കൊടുക്കണം, നീ എൻ്റെ ആടുകളെ പാലിക്കണം, നീ അവരെ ഫീഡ് ചെയ്യണം, ടേക്ക് കെയർ ചെയ്യണം. ദൈവസഭയുള്ള ദൂതാണ്, ദൈവമക്കളുള്ള ദൂതാണ്. ഒരു വിശ്വാസിയെ അവന് വചനം മാത്രം കൊടുത്തുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ആത്മീയമായിട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരൊക്കെ കെയർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവരെ കെയർ ചെയ്യുവാനും ദൈവദാസന്മാർ, ദൈവമക്കൾ ഉത്തരവാദപ്പെട്ടവരാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് ഫീഡ് ദം ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഇടയന 23 സംഘത്തിന് ഒരുമിച്ച് വായിച്ചാൽ മതി, ഇതിനോട് കൂടെ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ പച്ചയായ പുൽപ്പുറം നടത്തുന്നു, സ്വസ്ഥമുള്ളത് നടത്തുന്നു. പിന്നെ പറയാം, കൂരിരുൾ താഴ്വഴി കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറയും. നമ്മുടെ നല്ല ഇടയൻ നമുക്ക് വേണ്ടി നല്ല മേച്ചിൽ ഒരുക്കി തന്ന് നമ്മളെ പോഷിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കൂരിരുൾ താഴ്വഴി വന്നാലും പരിപാലിക്കുന്നവന്റെ കരം നമുക്ക് മീതെയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതാ പറഞ്ഞു, കൂരിരുൾ താഴ്വഴി കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നെ എന്ത് ചെയ്യുന്നു, നീ എന്നെ നടത്തുന്നുവല്ലോ. അപ്പോൾ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 20 ദിവസം ഞാൻ അതിൽ എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. നല്ല ഇടയനായിരിക്കുന്ന, ആടുകളുടെ മഹാ ഇടയനായിരിക്കുന്ന കർത്താവ് ശിഷ്യഗണത്തിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസിനോട് പറയുകയാണ്, നീ 21 സങ്കീർത്തനം മറന്നു പോകരുത്. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. അതിൻ്റെ അകത്ത് അവർക്ക് തീറ്റയും വെള്ളവും കൊടുക്കണം. അതുപോലെ തന്നെ ഏത് കൂരിലുള്ള താഴ്വരയിൽ പോയാലും അവരെ പരിപാലിച്ച് നടത്തുവാൻ വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുക. ദിവസങ്ങളിൽ ആ പരിപാലനം ദൈവസഭയ്ക്കുണ്ടാകണം, ദൈവത്തിൻ്റെ സഭയ്ക്കുണ്ടാകണം. എന്നാൽ നമ്മൾ ദുഃഖകരമായ രീതിയിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ വളരെ വേദനപ്പെടാറുണ്ട്. പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ട് വേദനപ്പെടാറുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ദൈവസഭയിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടു വരുന്ന ദൈവമക്കൾ ദൈവഭയമുള്ളവരായിരിക്കും. പക്ഷേ എന്നാൽ സാത്താൻ പലപ്പോഴും എതിർത്ത് നോക്കിയിട്ടും പരാജയപ്പെടുത്താൻ കഴിയാത്തതാണ് ദൈവസഭയെ അവൻ എതിർത്ത് നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ ഉപരോധത്തിൽ ഏർപ്പെടുത്തി, അവരെ തകർക്കാൻ വേണ്ടി പരിശ്രമിച്ച സാത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേഷം മാറി അവൻ്റെ ആൾക്കാരെ ദൈവസഭയ്ക്കകത്തേക്ക് അയച്ച് ചെന്നായ്ക്കൾ കടന്നു വന്ന ദിവസങ്ങൾ വലിയ ചെയ്തികൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭകളിൽ നിന്ന് പലപ്പോഴും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയപ്പെട്ടു പോകേണ്ടത്. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കുമെന്നാണ് പറയുന്നത്. വിവിധ ഉപദേശം പറയുന്നത് എഴുന്നേൽക്കും. അത് അവർക്ക് കർത്തൃമേഷണം നടത്തുന്ന സമയത്ത് ഭയം കാണത്തില്ല, പേടി കാണത്തില്ല. അതുകൊണ്ട് ദിവസങ്ങളിൽ പലതും കണ്ട് ഭാരപ്പെടുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവ് എന്താണ് സംഭവിക്കുക? പക്ഷേ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ദിവസങ്ങളിൽ വേഷം മാറി കൊടിയ നായ്ക്കളായിരിക്കുന്ന സഭയ്ക്കകത്ത് കാണാത്ത അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ പബ്ലിസിറ്റി ചെയ്തതാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കൊട്ടോ. ദൈവത്തിൻ്റെ സഭയിൽ ദൈവിക ജ്ഞാനമുള്ളവരും ദൈവഭയമുള്ളവരും ഉണ്ട്. എന്നാൽ നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ചില കള്ളച്ചെന്നായ്ക്കളുണ്ട്. ഈ ദിവസങ്ങളിൽ കള്ളന്മാർ അവർ നുഴഞ്ഞു കയറി ദൈവസഭയെ മുടിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മൾ ദിവസങ്ങളിൽ കാവൽ ചെയ്യണം, പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്കകത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ആൾക്കാരെ കൂട്ടാൻ വേണ്ടി പണ്ടുണ്ടായിരുന്ന പല നിയമങ്ങളും മാറ്റി ആർക്കും വന്ന് കയറാവുന്ന വലയാക്കി മാറ്റി. ഞാൻ പറഞ്ഞ ഫിൽറ്റർ വെച്ച് പഠിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. ഫിൽറ്റർ എടുത്ത് മാറ്റാൻ ആൾക്കാർ ഒരുപാട് കൂടും. പക്ഷേ വന്നു കൂടുന്നതൊന്നും ശരിയായിട്ടുള്ളതല്ല. എന്നാൽ ദൈവസഭയ്ക്ക് വേണ്ടതായ
അനുസരണത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ മാത്രമേ ദൈവസഭയിൽ അംഗങ്ങളാക്കി തീർക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും വേഷം മാറി വന്ന് കയറുന്ന കൊടി ചെന്നായ്ക്കൾ എഴുന്നേൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് ആടി വലിക്കേണ്ട. നമ്മൾ ആരും ഇടച്ചു വരുത്താതിരുന്നാൽ മതി. കർത്താവ് പറഞ്ഞു, സഭകളിൽ ഇടച്ചു വരാതിരിക്കുന്ന അസാധ്യം, എന്നാൽ ഇടച്ചു വരുത്തുന്നവനോ അയ്യോ കഷ്ടം. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ അടിസ്ഥാന ഉപദേശപ്രകാരമുള്ള പെന്തക്കോസ്ത് സഭകൾ നിൽക്കുന്നതുകൊണ്ട് ഒരു അഭിമാനക്കേടും എനിക്കില്ല. ഞാൻ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിമാനക്കുറവുമില്ല. എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചാലും ഞാൻ എപ്പോഴും പറയും, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് സ്ഥാപിച്ചിരിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ അംഗമാണ്. കാരണം ഇതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അതിന് കാരണം സത്യസന്ധമായി നിൽക്കുന്ന ദൈവമക്കൾ കൊണ്ടല്ല വിഷയം ഉണ്ടാകുന്നത്. എന്നാൽ ചിലർ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ദൈവം തന്നെ നേരിട്ടുകൊള്ളും. നമ്മൾ വിശ്വാസത പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ മേയിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട ദൗത്യം ഈ കർത്താവ് ഒന്നാമത്തെ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെ ദൈവം പരമേൽപ്പിക്കുമ്പോൾ 23-ാം സങ്കീർത്തനം ഇതുവൃത്തമായിട്ടാണ് കർത്താവോട് സംസാരിച്ചത്. തുടർന്ന് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം അതേ രീതിയിൽ ചോദിക്കുക. മൂന്നാമതവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട്, എൻ്റെ ആടുകളെ മേയിക്കാതെ പറഞ്ഞു. നീ മേയിക്കണം, നീ അവരെ പാലിക്കണം എന്ന് കർത്താവ് പറയാതെ. അപ്പോൾ അവർ ദുഃഖിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ 3 ചോദ്യങ്ങൾ പ്രാതൽ കഴിക്കുന്നതിന് മുമ്പാ ചോദിച്ചെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടായിരിക്കും പത്രോസ് പഠിക്കുന്നത്. അവന് കഴിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവ് എത്ര സ്നേഹമുള്ളവനല്ലേ, എത്ര സ്നേഹമുള്ളവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങളൊക്കെ ഈ ആഹാരം ഉണ്ടാക്കി വെക്കുന്ന സ്ഥലത്ത് മുമ്പ് പ്രാതൽ കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് വന്നിരിക്കുമ്പോൾ പത്രോസിനെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പത്രോസ് അവിടെ ആഹാരം കഴിക്കാതിരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? വളരെ ദുഃഖിച്ചായിരിക്കും ഇരിക്കുന്നല്ലേ. പക്ഷേ ദൈവം അനുവദിച്ചു കൊടുത്തില്ല. അവൻ ആഹാരം കഴിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം, സമാധാനത്തിൽ. അതിനുശേഷം കർത്താവ് അവൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി. ഒരു ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഭക്ഷണമേശകളിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകണം. അവിടെ വെച്ചല്ല ചോദ്യം ചെയ്യേണ്ടത്, അതിന് മുമ്പുമല്ല ചോദിക്കേണ്ടത്. നിങ്ങളോട് ചോദിക്കണം. ഓക്കെ, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരെ ആ സമയത്ത് ദിവസങ്ങൾ നമുക്ക് ഒരുപാട് പാളിച്ചകൾ, തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്, സമ്മതിക്കണം. നമുക്ക് ഇതുപോലത്തെ അറിവില്ല എന്നുകൊണ്ടാണ്. ദിവസങ്ങൾ നമുക്കത് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം ആവശ്യമാണ്. കർത്താവ് കാണിച്ച മാതൃക കണ്ടല്ലോ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ വരുമ്പോൾ തന്നെ വടിയെടുത്ത് അടിച്ച് അവനെ ഒന്നും കൊടുക്കാതെ അവരെ സ്നേഹിച്ച് എല്ലാം കൊടുത്ത ശേഷം, ആഹാരം കൊടുത്ത ശേഷമായി കർത്താവ് ചെയ്ത് നോക്കിക്കേ, എത്ര മാറ്റമുണ്ടാകും കുഞ്ഞുങ്ങൾക്കല്ലേ, എത്ര മാറ്റം ഉണ്ടാകും, എന്തെല്ലാം മാറ്റം ഉണ്ടാകും. അത് വലിയ മാറ്റം ഉണ്ടാകും. ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്താൽ, അമ്മമാരങ്ങനെ ചെയ്താൽ, അപ്പം ചെയ്താൽ വലിയ മാറ്റമുണ്ടാകും. പക്ഷേ നമ്മൾ വഴിയെ വരുമ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക, ഇര വരുന്ന പോലെ ചാടി അവനെ വലിച്ചു കയറാൻ വേണ്ടി നിൽക്കുക. ഇതാണ് സംഭവിക്കുന്നത്. യേശു അങ്ങനെയല്ല ചെയ്തത്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എത്ര വൈകി ദൂരം മനസ്സിലായി ഇന്ന് രാത്രിയിൽ. പക്ഷേ ഈ വചന പഠനത്തിന് അവസാനത്തേക്ക് എത്തുമ്പോൾ ദൈവാത്മാവ് എന്നോട് കൃത്യമായി സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകൾ വന്നുപോയ ഒരുപാട് കുറവുകൾ നമുക്കുണ്ട്. അത് നമുക്കത് അറിയാൻ വയ്യാത്തതുണ്ടായിരുന്നു. ദിവസങ്ങളിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന മാതൃക മനസ്സിലാക്കി ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവർ വരുമ്പോഴേ അവരുടെ കോളറിനെ പിടിക്കാതെ അത് സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷമായി ഇവിടെ കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ അവനോട് ചോദിക്കുന്നു. 3 പ്രാവശ്യം ചോദിക്കാൻ കാരണം, പത്രോസിനെ 3 പ്രാവശ്യം യേശു തള്ളിപ്പറഞ്ഞിരുന്നു. 3 പ്രാവശ്യം അവനെ സ്വർഗത്തിലെ ദൂതന്മാർ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ ആ കുറവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തള്ളിക്കളഞ്ഞു. നമുക്കറിയാം, യേശുവിനെ അംഗീകരിച്ച് അവനെ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ അവൻ്റെ പേര് ഏറ്റുപറയും. യേശുവിനെ ഉപേക്ഷിച്ച് തള്ളിക്കളയുമ്പോൾ അവൻ്റെ പേര് അവിടെ എന്ത് ചെയ്യും? തള്ളിക്കളയും. അപ്പോൾ അവനെ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ കുറവ് സ്വർഗദൂതന്മാരുടെ സന്നിധിയിൽ സ്വർഗാസ്വർഗത്തിലുണ്ട്. അപ്പം ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് യേശു 3 പ്രാവശ്യം അവരോട് ചോദിക്കുന്നത്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ ഏറ്റുപറഞ്ഞു. അതോടുകൂടി അവൻ്റെ ഭാഗത്തുണ്ടായിരുന്ന കുറവ് മായ്ക്കപ്പെട്ടു. അപ്പോൾ കർത്താവിനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന മുമ്പായി അവൻ്റെ കുറവുകളെ പരിഹരിച്ച് സ്നേഹിച്ചാണ് യേശു അവൻ്റെ മേൽ ശുശ്രൂഷ കൊടുത്തത്. കമാൻഡിങ് അല്ലായിരുന്നു. യേശു ഒരു രാജാവ് സൈന്യാധിപനോട് പറയുന്ന പോലുള്ള കർക്കശമായിരിക്കുന്ന ഓർഡറല്ല കർത്താവ് കൊടുത്തത്. സ്നേഹത്തിൻ്റെയാണ് സുവിശേഷം, സ്നേഹത്തിൻ്റെയാണ് സഭ, സ്നേഹത്തിൻ്റെയാണ് ഭവനം. ദിവസങ്ങളിൽ ദൈവസ്നേഹം വാഴുന്ന ഭവനങ്ങളായി മാറട്ടെ.
അല്ലാതെ കർക്കശം നടത്തുന്ന ഒരു സൈന്യാധിപൻ്റെ രീതി ആയിരിക്കരുത് ദൈവസഭകളിൽ വേണ്ടത്, ദൈവ ദൈവ കുടുംബങ്ങളിൽ വേണ്ടത്. യേശു കാണിച്ച മാതൃക എത്ര ശ്രേഷ്ഠകരമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക ഇന്ന് രാത്രിയിൽ മനസ്സിലായെങ്കിൽ ഞാൻ ദൈവനാമത്തിന് നന്ദി പറയുകയാണ്. കാരണം ഈ വചന പഠനത്തിന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ക്രിസ്തു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം സ്നേഹത്തിൽ ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ചെയ്യുന്ന എല്ലാം സ്നേഹത്തിൽ ചെയ്യാൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാം സ്നേഹത്തിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് കർത്താവ് കാണിച്ച മാതൃക. അപ്പോൾ സ്നേഹത്തിലാണ് എല്ലാം ചെയ്തത്. അത് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ യേശു എത്ര സ്നേഹത്തിലാണ് ഇവിടെ ഇടപെട്ടത്. അവർക്ക് വേണ്ടി അവർ മീൻ പിടിക്കാൻ വേണ്ടി അവർ യേശു പറഞ്ഞ വചനത്തിൽ നിന്നൊക്കെ മാറി പിന്മാറ്റക്കാരായി പോയപ്പോഴും അവർക്ക് വേണ്ടി കരുതിയ ദൈവം നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമുക്ക് വേണ്ടി കരുതി വെച്ചതിനായി രാത്രി സ്തോത്രം ചെയ്യാം. രാത്രി നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയാം. അതെ, നമ്മുടെ എത്രയോ കുറവുകളുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് എപ്പോഴെല്ലാം അകന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണക്കാക്കാതെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥന ഒരുക്കുവാനിടയാത്തതെങ്കിൽ അവനോടുകൂടി അത്താഴം കഴിക്കാനുള്ള വലിയ ഭാഗ്യത്തിനുടമകളാണ് ഞാനും നിങ്ങളും. നമ്മുടെ മണവാട്ടിയെ തീരുവാൻ നമ്മുടെ കുറവുകളെ പരിഹരിച്ച് പരിശുദ്ധമാവുന്നമായ ദിവസങ്ങളിൽ ഒരുക്കിയെടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്ന പഠന പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അവിടെ പ്രദർശിക്കപ്പെട്ടത്. അവനവിടെ കമാൻഡ് ചെയ്യാനില്ല, അവൻ ഓർഡർ പറയുകയല്ല ചെയ്തത്. മാതൃക കാണിച്ചു കൊടുത്തു, അവർക്ക് ഒരുക്കി കൊടുത്ത ആഹാരം അവർക്ക് കൊടുത്തു, അവിടെ വിശപ്പിന് കൊടുത്തു. അവരെ ഒരുമിച്ച് കിട്ടുന്ന ആഹാരം കഴിച്ച ശേഷമായി അവിടെ കുറവിനെ പത്രോസിനെ വെളിപ്പെടുത്തി മറ്റുള്ള എല്ലാവർക്കും മനസ്സിലാക്കി ഒട്ടടിയാത്തുന്നു. ഇത് പറഞ്ഞ ശേഷമായി ഞാൻ വേഗത്തിൽ തീർക്കട്ടെ ഈ സന്ദേശം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇവിടെ ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ശിവനോട് പ്രോഫറ്റിക്കലായിട്ട് പറഞ്ഞു, ഇതുവരെ നീ നിന്റെ ഇഷ്ടമുള്ളത് നടക്കുന്നു. എന്നാൽ വയസ്സനായ ശേഷം, നിവൃത്തനായ ശേഷം നീ എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകുമെന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ്റെ മരണത്തെ സൂചിപ്പിച്ചു നിനക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് കൊണ്ടുപോകും. അത് രക്തസാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നവർ അവിടെ മരണത്തിലും ദൈവത്തിന് വേണ്ടി മഹത്വമായി തിരികുക. അതുകൊണ്ട് അവിടെ പറയുന്നത് ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുന്നവർ മരണത്തിലും ദൈവത്തിന് മഹത്വമായി തീരുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാണ്. സ്തെഫാനോസ് തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല തൻ്റെ മരണത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തി. അതാണ് സഭയുടെ രക്തസാക്ഷിയുടെ പ്രത്യേകത. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, സാധാരണ മരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുകയാണ്. എന്നാൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നെങ്കിൽ അവൻ്റെ ശരീരത്തിന് അവയവങ്ങൾ ഹൃദയം നിന്നു പോകുന്നത് ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതാണ് രക്തസാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അവിടെ പറയുന്നത് മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മരണം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമാണ് ദൈവ നിശ്ചയമെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാണ്. അത് കർത്താവിന് വേണ്ടി രക്തസാക്ഷി. അപ്പം കർത്താവ് യോഹന്നാനോട് പത്രോസ് പറഞ്ഞത്, ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, നീ മരണം കൊണ്ടും എന്ത് ചെയ്യും ദൈവത്തെ. അതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് രക്തസാക്ഷിത്വം. കർത്താവ് പറഞ്ഞു, നീ രക്തസാക്ഷിതയായി എനിക്ക് വേണ്ടി എന്നെ മഹത്വപ്പെടുത്തും. ഈ ചരിത്രകാരന്മാർ പറയുന്ന ക്രിസ്തുവിനെ പത്രോസിനെ ക്രൂശിക്കാൻ വേണ്ടി അവർ തയ്യാർ ചെയ്തപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ രക്ഷകനായിരിക്കുന്ന യേശുവിൻ്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം, അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടെന്നാണ് പറഞ്ഞത്. എനിക്കതേക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ ചരിത്രം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ കാര്യമാണ്. പക്ഷേ എന്തായാലും ക്രിസ്തുവിൻ്റെ പാദം ചുംബിച്ചാണ് പത്രോസ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടതെന്നാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്തായാലും അവൻ്റെ മരണം രക്തസാക്ഷിത്വമായിരുന്നു. അത് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ 2 ശിഷ്യന്മാരോടാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. ഒന്ന് പത്രോസ് പറഞ്ഞു, രണ്ടാമത് പറയുന്നത്
പത്രോസ് അവൻ്റെ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉടനെ ചോദിക്കുകയാണ്, യേശു സ്നേഹിച്ച ശിഷ്യനെക്കുറിച്ച് ചോദിക്കുക. നമുക്ക് അങ്ങനെയുണ്ടല്ലേ, ഇവന് എന്നാ പറ്റും, എന്നോടുള്ള ദൂത് പറഞ്ഞല്ലോ, അവന് മനസ്സിലായി ഞാൻ രക്തസാക്ഷിയായി കർത്താവിനെ മഹത്വപ്പെടുത്തും എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞ അതുപോലെ തന്നെ നടക്കും. അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. കർത്താവ് നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇതിനു മുമ്പ് മർക്കോസ് സുവിശേഷം 1-16 വരെ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം കർത്താവ് പുനരുത്ഥാനാനന്തര ഈ ക്രിസ്തു അവരെ പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ പറയുകയാണ്. വീണ്ടും അനുഗമിക്കാനുള്ള വാക്ക് ദൈവം വീണ്ടും കൊണ്ട് പറയുകയാണ്. അവൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ശക്തിയുണ്ട്. അവൻ അനുഗമിക്കാൻ പറഞ്ഞാൽ അനുഗമിക്കും. അവൻ അതാണ് കഴിഞ്ഞ 3.5 വർഷം അവർ അനുഗമിച്ചത്. എല്ലാം വിട്ടിറങ്ങി, അവരൊന്നും നോക്കാൻ വേണ്ടി ഇറങ്ങി. അതിനുശേഷമായി യേശു മരിച്ച അടക്കപ്പെടുകയുടെ പുനരുത്ഥാനന്തരമായി യേശു വീണ്ടും അവരെ വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ അവർ അനുഗമിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു, പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അപ്പോൾ ഇങ്ങനെ പത്രോസ് സംസാരിച്ചത് കണ്ടുകൊണ്ട് പിൻചെല്ലുന്ന ഈ യോഹന്നാനെ കണ്ടുകൊണ്ട് കണ്ടു. അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചവൻ തന്നെ. അത് യോഹന്നാൻ ഒരിക്കലും അവിടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പുസ്തകം എഴുതിയത് യോഹന്നാനാണ്, അദ്ദേഹമാണത്. യോഹന്നാൻ യേശു സ്നേഹിച്ച സ്നേഹിതനാണ്, ശിഷ്യനാണ്. കർത്താവ് നിന്നെ അവനെ പത്രോസ് കണ്ടിട്ട് അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ എന്ന് ചോദിച്ചു ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവെ ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവോട് ചോദിച്ചു. ഇവൻ എന്ത് സംഭവിക്കും, ഇവൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇവൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചു. നമുക്കറിയാം, മോശയെ കൊണ്ടുപോയി വെള്ളത്തിൽ വെച്ചിട്ട് അവൻ്റെ പെങ്ങള് അവൻ എന്ത് ഭവിക്കുമെന്ന് നോക്കി മാറി നിന്നു. പക്ഷെ അവർക്കറിയാമായിരുന്നു മോശ രാജകൊട്ടാരത്തിൽ പോകുമെന്നുള്ളത്. എന്ത് ഭവിക്കും നോക്കി, എന്ത് സംഭവിക്കും, അവൾ അവിടെ കൊണ്ട് വെച്ചു മാറി നിന്നു, എന്താ സംഭവിക്കുന്നുള്ളത്. പക്ഷേ അവൾ കണ്ടത്, അവൻ മോശയെ ദൈവം കണ്ടത് രാജകൊട്ടാരത്തെ വളരാൻ വേണ്ടിയായിരുന്നു. ഇവിടെ പത്രോസ് ചോദിക്കുക, ഇവൻ എന്ത് ഭവിക്കും, നീ സ്നേഹിച്ച നിങ്ങളുടെ മാർവോട് ചാഞ്ഞിരുന്ന, എപ്പോഴും നിന്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാനുണ്ടല്ലോ, ഇവൻ എന്ത് ഭവിക്കും എന്ന് ചോദിച്ചു. യേശുവിനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം ഇവൻ ജീവിച്ചിരിക്കണമെങ്കിൽ നിനക്കെന്താന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ മരണവും ജീവനവും ഒക്കെ തീരുമാനിക്കുന്ന കർത്താവാണ്, ദൈവമാണ്, അധികാരവാനുണ്ട്. കൊണ്ടുവന്ന രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്ന, നാം പഠിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ കാതലായിരിക്കുന്ന ക്രിസ്തു, അവൻ സകലത്തിന്മേൽ അധികാരമുള്ളവനാണ്. പറയാണ്, യേശുവിനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം, എല്ലാറ്റിന്മേൽ അധികാരമുള്ളവനാണ് കർത്താവ്. നീ മരിക്കുന്നത് രക്തസാക്ഷിത്വം മരിച്ച, പക്ഷേ ഇവൻ മരിക്കാതിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് നിനക്കെന്താ, നീ എന്തിനാ, അത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നീ എന്തിനാ, അത് എൻ്റെ ഇഷ്ടമാണ് ഓരോരുത്തരെ കുറിച്ചുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇന്നയാൾ ഇന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട. ദൈവം എന്നെ കണ്ടിരിക്കുന്ന ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്, നിങ്ങളെ ഓരോരുത്തരും കണ്ടിരിക്കുന്ന ഓരോ ദൗത്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ എനിക്കെന്ത് ഭവിക്കുന്നുള്ളതോ നിങ്ങൾക്കെന്ത് ഭവിക്കുന്നുള്ളൂ അങ്ങോട്ട് കൊണ്ട് ചോദിക്കില്ല, നമുക്കെന്ത് ഭവിക്കും, എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കർത്താവ് എന്താണ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതാണ് നാം ചിന്തിക്കുക. അതാണ് അവിടെ പറഞ്ഞത്, മനസ്സിലായത്. നീ മറ്റുള്ളവരെ നോക്കിയിരിക്കേണ്ട, നിനക്കെന്ത് ആണ് എന്നുള്ളത് നീ ചിന്തിക്കുക. അവനെന്ത് ഭവിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ തീർത്തോളാം. ഇവനെക്കുറിച്ച് എന്താണെന്നുള്ളത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നോട് പറഞ്ഞ ദൂത് അത് നീ രക്തസാക്ഷിത്വം വരിക്കുമെന്നുള്ളതാണ് പറഞ്ഞെങ്കിൽ, നിന്റെ മരണത്തിൽ പോലും നിന്നെ മഹത്വപ്പെടുന്നുള്ളെങ്കിൽ ഇവൻ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താണുള്ളത് അന്നേരം അവർ ഇൻ്റർപ്രറ്റ് ചെയ്തു. ആകയാൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇവൻ മരിക്കത്തില്ല എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് നിനക്കെന്താന്ന് ചോദിച്ചപ്പോൾ ഇവർ വിചാരിച്ചത് യോഹന്നാൻ മരിക്കത്തില്ലെന്നാണ് പറഞ്ഞു. എന്നാൽ യേശുവോ, അവൻ മരിക്കുകയില്ലെന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണം എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്തെന്നത്രേ എന്ന് അവനോട് പറഞ്ഞത്. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, അത് മരിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. അർത്ഥം അത്രയേ ഉള്ളൂ, നീ രക്തസാക്ഷിത്വം വരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ അതാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ ആയുസ് തികഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അവൻ രക്തസാക്ഷിതായിട്ട്, ഇപ്പം പ്രധാന ശിഷ്യന്മാരിൽ മരിക്കാതെ തിളപ്പിച്ച എണ്ണയെന്നൊക്കെ വെളിയിൽ വന്നത് യോഹന്നാനാണ്. യോഹന്നാൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇങ്ങനെ ചരിത്രം പറയുന്നുണ്ട്. യോഹന്നാനെ തിളപ്പിച്ച എണ്ണയിട്ടിട്ടും മരിച്ചില്ല. അതാണ് ഈ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ
അവൻ നിന്നത്. അവൻ മരിക്കത്തില്ല, ഞാൻ വരുവോളം എന്ന് പറഞ്ഞാൽ പത്മോസിൽ അവന് വെളിപ്പെട്ടു. അതിനുശേഷമാണ് അവൻ മരിക്കുന്നത്. അവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ടത്. പക്ഷേ അവിടെ അവൻ പ്രത്യക്ഷപ്പെട്ടു. അതിന് ശേഷമാണ് സാധാരണ ഒരു മരണമാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ലഭിച്ചുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണത എനിക്കറിയത്തില്ല. പക്ഷേ മരിക്കില്ല എന്ന് പറഞ്ഞതിനർത്ഥം മറ്റുള്ള എല്ലാവരും അപ്പോസ്തലന്മാർ രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ യോഹന്നാൻ കർത്താവിൻ്റെ ശിഷ്യനാക്കിയ യോഹന്നാൻ അവൻ രക്തസാക്ഷിത്വം വരിച്ചില്ല. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്ത് എന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനെ തലച്ചെണ്ണയിലിട്ടിട്ടും മരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം നാട് കിടത്തി, അവിടെയും അവൻ മരിച്ചില്ല. അവൻ സാധാരണ ഒരു മരണമാണ് ലഭിച്ചുവെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ഒരു വചനം പോലും മാറിപ്പോകത്തില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെയും 2 ശിഷ്യന്മാരുടെ കർത്താവ് ദൂത് പറഞ്ഞു. ബാക്കിയുള്ളവരോട് കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എല്ലാം രേഖപ്പെടുത്തി. അതുകൊണ്ട് ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതും ഇത് എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. സാക്ഷ്യം സത്യമാണ്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കർത്താവ് മരിക്കയില്ല എന്ന് പറഞ്ഞ ആ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഒരു രക്തസാക്ഷി മണ്ണമല്ല. അവൻ വ്യത്യസ്തനായിരിക്കുമെന്നുള്ള സാക്ഷ്യം അവനെക്കുറിച്ച് പറഞ്ഞ എഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അവൻ ചെയ്തത് ഓരോന്നും എഴുതി തികയത്തില്ല. യോഹന്നാൻ 5:9 അവൻ ആരാഞ്ഞു തോടാത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്നു. അവൻ ചെയ്തത് എത്ര വലിയ കാര്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതിശയകരമായ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ 20-ാം അധ്യായം 30-ാം വാക്യം യേശുവിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്നെ ശിഷ്യന്മാർ കാണുകയും ചെയ്തെന്നാൽ അത് അനേക അടയാളങ്ങൾക്ക് സാധ്യത അതെല്ലാം രേഖപ്പെടുത്താൻ കഴിയത്തില്ല. രേഖപ്പെടുത്തിയാൽ അങ്ങനെ എല്ലാം എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അവൻ്റെ നിരൂപണം അതാണ്. അങ്ങനെ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നീണ്ട കാര്യങ്ങൾ അത് എഴുതാൻ തുടങ്ങിയാൽ അതൊരിക്കലും ലോകത്തിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതി തീർക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അതിശയോക്തിയല്ലേ? 3 വർഷം കൊണ്ട് കർത്താവ് ഇത്ര എന്താ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? 3 വർഷം കൊണ്ട് എന്താണ് കർത്താവ് ഇത്ര അധികം ചെയ്തിരിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചു, കുറേ കാര്യങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് പോകണം. വചനമാകുന്ന ദൈവം തൻ്റെ വചനം കൊണ്ട്, വെളിച്ചം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ഓരോ വാക്കുകൊണ്ടാണ് ഉളവാക്കിയത്. അത് വാക്കുകൊണ്ട് ഉളവായിരിക്കുന്ന പ്രപഞ്ചത്തെ നോക്കി ഇവിടെ കാണുന്ന പുല്ലിനെക്കുറിച്ചോ മരത്തെക്കുറിച്ചോ നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ തീരാൻ സാധിക്കുമോ? തീരത്തില്ല. അങ്ങനെയാണെങ്കിൽ 7 ദിവസം കൊണ്ട്, ഈ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഭൂമിയെക്കുറിച്ച് എഴുതിയാൽ പുസ്തകം തീരുവോ? തീരത്തില്ല. മനുഷ്യൻ എന്തെല്ലാം പഠിക്കാനുണ്ടല്ലേ? നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ചോ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചോ എഴുതിയാൽ അത് എഴുതിത്തീരാൻ കഴിയത്തില്ല. ആർക്കും എഴുതി തീർക്കാൻ പറ്റുമോ? നമുക്ക് കാണുന്ന മണ്ണിനെക്കുറിച്ചോ കല്ലിനെക്കുറിച്ചോ പുല്ലിനെക്കുറിച്ചോ പുഴുവിനെക്കുറിച്ചോ ആകാശത്തെ പക്ഷികളെക്കുറിച്ചോ ഒക്കെ അങ്ങ് എഴുതാൻ തുടങ്ങിയ യേശു അവൻ്റെ വചനം കൊണ്ട് 6 ദിവസം കൊണ്ട് അവൻ ചെയ്ത സൃഷ്ടിയാണ് നമ്മുടെ കൺമുമ്പിൽ നാം കുറച്ചൊക്കെ കാണുന്നത്. നമ്മൾ കാണാത്ത എത്രയോ അഗോചരങ്ങളായ കാര്യങ്ങളുണ്ടല്ലേ? മണ്ണിനടിയിൽ, മണ്ണ് തലയ്ക്ക് മീതെ, ആകാശത്തിന് കീഴെ, വെള്ളത്തിൽ ഇവിടെയൊക്കെ എന്തെല്ലാം സൃഷ്ടികളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഇന്നുവരെയും കണ്ടു. നമ്മൾ ആകെപ്പാടെ കണ്ടിരിക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ നമ്മളൊന്നും കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവർ. നമ്മുടെ ശരീരത്തിൽ ഉള്ള ബാക്ടീരിയകളോ അണുക്കളെയോ ഒക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ല. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ 6 ദിവസം കൊണ്ട് കർത്താവ് ചെയ്ത സൃഷ്ടികളെക്കുറിച്ച് എഴുതി തീർക്കാൻ കഴിയത്തില്ല. ശാസ്ത്രജ്ഞർക്ക് പറഞ്ഞു തീർക്കാൻ, പഠിച്ചു തീർക്കാൻ കഴിയത്തില്ല, പഠിപ്പിച്ചു തീർക്കാൻ കഴിയത്തില്ല, പറയാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 3 വർഷം യേശു ജഡത്തിൽ വന്ന് സംസാരിച്ച വചനങ്ങളെല്ലാം, അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതിയാൽ തീർക്കത്തില്ല. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷമായി ക്രിസ്തു മുഖാന്തരം നടക്കുന്ന പുതിയ സൃഷ്ടിയെക്കുറിച്ച് എഴുതിയാൽ തീരത്തില്ല. അതാർക്കും എഴുതാൻ കഴിയത്തില്ല. അതിനാരംഭമില്ല, അവസാനമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി, അവൻ ആരംഭവും അവസാനം ഇട്ടിരിക്കുന്ന പ്രവൃത്തി മനുഷ്യരക്ഷയുള്ള ബന്ധത്തിലാണ്. അവൻ ആരംഭമായി ജനിച്ചു, മരിച്ചവരെ കൂടെ ഉയർത്തെഴുന്നേറ്റു. അവൻ ആരംഭവും അവസാനമില്ലാത്ത, എന്നാൽ മനുഷ്യരക്ഷയുള്ള ബന്ധത്തിൽ അവരെ തികവിലേക്ക് എത്തിച്ച് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കവരെയും അവൻ്റെ പ്രവൃത്തിയുണ്ട്. അതിനുശേഷമായി അവൻ്റെ ആരംഭം വിട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കും. ക്രിസ്തുവിൻ്റെ നാളോളത്തെ അവൻ നമ്മിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയവൻ
ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അത് നമ്മിൽ നല്ലൊരു പ്രവൃത്തി തുടങ്ങി, അതിനൊരു ആരംഭമുണ്ട്, അവസാനമുണ്ട്. എന്നാൽ ഈ അവൻ ചെയ്തെടുക്കുന്ന പ്രവൃത്തികൾക്ക്, അവൻ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ സൃഷ്ടിക്ക് ഒന്നും അത് തീരാത്തതാണ്, ഒരിക്കലും എഴുതി തീർക്കാൻ കഴിയാത്തതാണ്. അത് നമ്മെക്കുറിച്ച്, ലോകത്തിൽ യേശു സൗഖ്യമാക്കിയതിനെക്കുറിച്ച്, വീണ്ടും ജനിക്കപ്പെട്ടവരെക്കുറിച്ച്, മാനസാന്തരപ്പെട്ടവരെക്കുറിച്ച്, 3.5 വർഷം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഖാന്തരമായി അവിടെ ഭക്ഷണം കഴിച്ച 5000 അല്ലെങ്കിൽ 25,000 ആൾക്കാരെക്കുറിച്ച് അവരൊക്കെ എഴുതി സാക്ഷ്യം പറയാൻ തുടങ്ങിയ തീരുമോ പ്രിയപ്പെട്ടവരെ? തീരത്തില്ല. തീരുമോ? തീരത്തില്ല. 3.5 വർഷം യേശു എന്തെല്ലാം ശുശ്രൂഷ ചെയ്ത്, എത്ര പേർക്ക് ആഹാരം കൊടുത്ത്, എന്തെല്ലാം ശുശ്രൂഷ, അവരെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടി എഴുന്നേറ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊടുത്താൽ തീരുമോ? തീരത്തില്ല. തീരത്തില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം കൊണ്ട് സാക്ഷ്യം പ്രസ്താവിച്ചാൽ എന്നും തീരത്തില്ല, ഒരിക്കലും തീരത്തില്ല. ഇനി എഴുതി തീർക്കാൻ പറ്റുമോ? എഴുതി തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് രാത്രിയിൽ പഠിപ്പിച്ചാൽ തീരാത്ത വിഷയമാണ് യേശു എന്നുള്ള വിഷയം. ക്രിസ്തു മുഖാന്തരമുള്ള അവൻ്റെ സ്നേഹത്തെ എത്ര പഠിപ്പിച്ചാലും തീരത്തില്ല. രാത്രി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വർണ്ണിച്ചിടാൻ കഴിയാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചും വർണ്ണിച്ചിടാൻ കഴിയാത്ത കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും നാം വർണ്ണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ വർണ്ണിച്ച് ഒതുക്കുവാൻ കഴിയത്തില്ല, അവനെ എഴുതി തീർക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആർക്കും എഴുതി പൂർത്തീകരിക്കാൻ കഴിയാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എഴുതിയ പുസ്തകങ്ങളൊന്നും ലോകത്തിൽ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അവസാനം കുറിക്കുന്ന യോഹന്നാൻ യേശുവിനേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ക്രിസ്തു ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം കൂടി നോക്കിയാൽ, അതെ, ആരംഭമിട്ടവൻ വചനമായിരിക്കുന്ന ക്രിസ്തു പ്രപഞ്ചത്തിന് അവൻ പ്രപഞ്ച സൃഷ്ടിതാവായി അവൻ്റെ വചനം കൊണ്ട് ഉളവാക്കിയത് സകലത്തെയും അവൻ കൈപ്പണിയല്ലാത്ത ഭവനം പണിയുവാൻ വേണ്ടി ലോകത്തിൽ വന്ന് അവൻ്റെ ശരീരം അവൻ ബന്ധുവിനകത്ത് കർത്താവ് പണിതെടുത്ത പണിയെക്കുറിച്ച്, ക്രിസ്തു ചെയ്തെടുത്ത ആ സ്നേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് എഴുതിയാൽ തീരത്തില്ല. രാത്രിയിൽ ക്രിസ്തു ചെയ്തത് ഓരോന്നായി എഴുതിയാൽ പുസ്തകങ്ങൾ തീരത്തില്ല എന്നുള്ളത് ഒരിക്കലും അതിശയോക്തിയല്ല, അത് കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം സൃഷ്ടിച്ചതാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. നിങ്ങൾ കാണുന്ന ചുറ്റും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഒന്ന് എഴുതി തുടങ്ങുകയും എന്തെങ്കിലും വിഷയം എടുത്ത് പഠിച്ചു തുടങ്ങുകയും എവിടെയെങ്കിലും തീർക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തു മുഖാന്തരം നന്മ പ്രാപിച്ചവരെക്കുറിച്ച് എഴുതിയാൽ തീരാത്തതാണ്. അവൻ തീരാത്ത പ്രവൃത്തിയാണ് ചെയ്തത്. രാത്രി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പറയാം, കർത്താവേ, നീ എന്നിൽ തുടങ്ങിയിരിക്കുന്ന പ്രവൃത്തി അതൊരിക്കലും വർണ്ണിച്ചിടാൻ കഴിയത്തില്ല. എത്രയോ എന്നിൽ പ്രവർത്തിച്ച കർത്താവേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കുന്ന മണവാട്ടിയാക്കി തങ്ങോട് ചേർക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്നത്, അവൻ പുണ്യാഗ രക്തം ഒഴുക്കി തന്നത് അവൻ്റെ മണവാട്ടിയാക്കി തീർക്കാൻ വേണ്ടിയാണ്, അവനോട് ചേരുവാൻ വേണ്ടിയാണ്. ലോകത്തിലുള്ള ആർക്കും മനസ്സായിട്ടില്ല. എന്നാൽ ദൈവത്തോട് ചേരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന, പുതിയ സൃഷ്ടിയായിരിക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല, എത്ര ക്ലാസ് എടുത്താലും തീരത്തില്ല. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് ഒരിക്കലും ഒരു അവസാനമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് അവസാനമില്ല. എത്ര പേർ പ്രസംഗിച്ചാലും തീരത്തില്ല, എത്ര പേർ എഴുതിയാലും തീരത്തില്ല, എത്ര പഠിച്ചാലും തീരത്തില്ല. അവൻ്റെ സ്നേഹം അപ്രമേയം, അവൻ്റെ പ്രവൃത്തി വലുതാണ്. രാത്രി നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തെ പറയും, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി വർണ്ണിച്ചിടാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്താൽ, നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്താൽ, കർത്താവേ, എത്രയോ അഗോചരമാണ്. ഇനി എന്തെല്ലാം കാര്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ട്, ഒരു ചെവി കേട്ട് ഉമേഷിക്കത് തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സ്തോത്രം. അതെ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് വർണ്ണിച്ചാൽ തീരത്തില്ല. എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ക്ലാസ് കൂടി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് അല്പസമയം ദൈവത്തിന് നന്ദി പറയട്ടാം. അതേ, കർത്താവ് എത്ര വലിയവനാണ്, അവൻ എത്ര സ്നേഹമുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ അതേ ക്ലാസ് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എന്നും അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മെ അവൻ ചേർക്കുവാൻ വേഗത്തിൽ വരും. അതിന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ ആ നെഞ്ചോട് ചേരുവോളം, അവിരിമാറി ചേരുവോളം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറിക്കൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. അത് വർണ്ണിച്ചാൽ തീരാത്തതാണ്. സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അതിലില്ലാത്തതാണ്. അവരുടെ സമാധാനം വന്നിരിക്കുന്ന എല്ലാം അത് അതിലില്ലാത്തതായതുകൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുസ്തകത്തിൽ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കാം. അതല്ല, കർത്താവ് വരികയാണ്, ഒരുമിച്ച് ചേരാം. കർത്താദാസൻ ഡാനിയൽ പാസ്റ്റർ ഞാൻ ശുശ്രൂഷ കൈമാറുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.